അല്ലെ? എന്താണ്? രണ്ട് ചാർജുകൾ തമ്മിൽ നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. When they will attract? If the charges are opposite. എപ്പോഴാണ് അവർ റിപ്പൽ ചെയ്യുക? സെയിം കൈൻഡ് ആണ്. ഒരേപോലെയുള്ള ചാർജസ് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അട്രാക്ഷനും റിപ്പൾഷനും ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ? അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾഷൻ, ഇത്ര ന്യൂട്ടൺ ഫോഴ്സ് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ റിപ്പൾഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ ഒക്കെ പല പല രീതികളിലാണ് അല്ലെ? ചില അട്രാക്ഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും, ചില അട്രാക്ഷൻസ് കുറവായിരിക്കും, ചില റിപ്പൾഷൻസ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഈ ഫോഴ്സ്, ഈ ചാർജസ് തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കണക്കാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് എന്ത്? കൂളോംസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് കൂളോംസ് ലോ? എന്തിനാ കൂളോംസ് ലോ? ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. നമ്മൾ ഇന്നലെ ആഡ് ചെയ്യണ്ടായിരുന്നു, മനസ്സിലാക്കിയാൽ മതി. ടു ഫൈൻഡ് ദ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ചാർജസ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ്, എന്തിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ എന്താണ്? ടു ചാർജസ്. രണ്ട് ചാർജുകൾ തമ്മിൽ ഉള്ള ഫോഴ്സിന്റെ എന്ത് പറയോ? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന നിയമത്തിന്റെ പേരാണ് എന്ത്? കൂളോംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നാണ് നമ്മൾ പറയുക, മുഴുവനായിട്ട് പറയുക. അപ്പൊ ഇന്നലെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതാണ്. ഇപ്പോ സത്യത്തിൽ ഫിസിക്സ് നിങ്ങള് ഈ ലോ ഭാഷ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ലോ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ? ശരിക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞു? ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ടു ചാർജസ്. രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റിനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ട് ചാർജസിന്റെ പ്രോഡക്റ്റിനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ആക്ച്വലി ആ ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്തോറും അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ ചെറിയ രണ്ട് മാഗ്നറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നത്. നമ്മൾ ചെറിയ രണ്ട് മാഗ്നറ്റ് എടുത്തിട്ട് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിപ്പൾസീവ് ഫോഴ്സ്, സെയിം പോളുകൾ തമ്മിൽ ആണോ? ഭയങ്കര വലിയ മാഗ്നറ്റ് വയ്ക്കുമ്പോൾ ഉണ്ടാവും അല്ല? വലിയ മാഗ്നറ്റ് വയ്ക്കുമ്പോൾ നല്ല റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവില്ല. ചെറിയ മാഗ്നറ്റ് നമ്മുടെ ശക്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിച്ചേർത്ത് വെക്കാം. ഈവൻ ദേ ആർ റിപ്പല്ലിങ്. ഒരു കൂടിച്ചേരില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ വലിപ്പമുള്ള മാഗ്നറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിങ്ങനെ തെന്നി തെന്നി നിൽക്കും അല്ലേ? അപ്പൊ അതിന്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഫോഴ്സിന്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ എങ്ങനെയാണോ റിപ്പൾസീവ് ഫോഴ്സ് കൂടുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നത്, അതുപോലെ ഏത് രണ്ട് ചാർജുകളാണോ നമ്മൾ പരിഗണിക്കുന്നത് ആ ചാർജുകൾ തമ്മിലുള്ള പ്രോഡക്റ്റിനോട് ഈ ഫോഴ്സ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ പുതിയത് വന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കട്ടോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അറിയുന്നതായിരിക്കും. എന്നോട് എടുത്ത് പറയുകയാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കൂടുമ്പോ ഇതും എന്താണ്? കൂടും. ഇത് കൂടുമ്പോ ഇതും കൂടും. ഇതിനെയാണ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എന്താ? ഇത് കൂടുമ്പോ ഇത് കുറയുന്ന അവസ്ഥ, ഇത് കൂടുമ്പോ മറ്റേതെന്താ? കുറയുന്ന അവസ്ഥ. അതിനെയാണ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇതിന്റെ മീനിങ് അതാണ്. കൂളോംസ് ലോയിലെ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ടു ചാർജസ്. പിന്നെ പറയുന്നത് എന്താ? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ് അതിന്റെ അർത്ഥം? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. വെറുതെ ഡിസ്റ്റൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാത്രമേ ഉള്ളൂ അല്ലെ? ഇവിടെ സ്ക്വയർ, ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോടാണ് എന്താവുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുന്നത്. ആ ടൈംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം 1/, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിരുന്നു, കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. 1/r-ഉം 1/r² വരുമ്പോൾ ടൈംസ് ഒരുപോലെയാണോ? അല്ല. വെറും 1/r ആണെങ്കിൽ 1 മടങ്ങ് കൂടി കഴിഞ്ഞാൽ 1 മടങ്ങ് എന്ത് ചെയ്യാണ് ചെയ്യുക? കുറയുകയും ചെയ്യുക. അല്ലെങ്കിൽ 2 മടങ്ങ് കൂടി കഴിഞ്ഞാൽ എത്ര മടങ്ങ് കുറയും? 2 മടങ്ങ് കുറയും. r² വരുമ്പോൾ 2 മടങ്ങ് കൂടി കഴിഞ്ഞാൽ എത്ര മടങ്ങ് കുറയും? 4 മടങ്ങ് കൂടെ കുറയുന്നു. പെട്ടെന്ന് പറയാൻ പഠിച്ചിരുന്നു അതല്ലേ? 4 മടങ്ങാണ് കുറയുക. അതാണ് r² എന്നുള്ള കൺസെപ്റ്റ്. പിന്നീട് നോക്കാം, നമുക്ക് ഈ വർഷം ഡിസ്കസ് ചെയ്യാതെ. അപ്പൊ r² ആണ്. അപ്പൊ എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി r-നോടല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുന്നത്. എന്തിനോടാണ്? r-ന്റെ സ്ക്വയറിനോടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ? ഈ സ്റ്റേറ്റ്മെന്റ് ആയി. നമ്മൾ ഇന്നലെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ? കൂളോംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the electrostatic force between two stationary point charges is directly proportional to the product of the magnitude of the charges and inversely proportional to the square of the distance between them. എന്താണ്?
Coulomb's law states that the electrostatic force between two stationary point charges is directly proportional to the product of magnitude of charges and inversely proportional to the square of the distance between them. അപ്പോൾ എങ്ങനെ നമ്മൾ അതിന്റെ ഇക്വേഷൻസ് കാണുന്നത്? തൊട്ട് താഴേക്ക് എഴുതാം. ഇങ്ങനെ പടം വരച്ച് വയ്ക്കുക. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? Q1 Q2. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? 1/r². അപ്പൊ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എഴുതാം അല്ലെ? രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? Q1 Q2 ഡിവൈഡഡ് ബൈ r². Q1 Q2 ഡിവൈഡഡ് ബൈ r². രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എഴുതി. ഇനി പ്രൊപ്പോർഷണൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊപ്പോർഷണാലിറ്റിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റണം? ഈക്വൽ ടു ആക്കിയിട്ട് മാറ്റണം അല്ലെ? ഈക്വൽ ടു ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യാറുണ്ട് അല്ലെ? അവിടെ ആഡ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് സെക്ഷൻ ആണ് എഫ് ഈക്വൽ ടു 1/4πε Q1 Q2 r². സാധാരണ നമ്മൾ ഒരൊറ്റ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ഇടാറ്. ഇവിടെ വേറൊരു രീതിയിലാണ് വരുന്നത്, ഡയറക്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. 1/4πε. അപ്പൊ എപ്സിലോൺ എന്ന് പറയുമ്പോൾ അതിന്റെ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയും. എന്താണ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം? അതാണ് ആപ്സിലോൺ വരുന്നത്. അപ്പൊ നമ്മളിത് ചെയ്ത് പഠിച്ചു വരുമ്പോൾ ആപ്സിലോൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അതിൽ കയറി വരുന്നുണ്ട്. 1/4π കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? പെർമിറ്റിവിറ്റി ഓഫ് ആരാണ്? മീഡിയം. അപ്പൊ നമുക്ക് മനസ്സിലായി, ശ്രദ്ധിക്കുക. അപ്പൊ ഓരോ മീഡിയം മാറുന്നതിനനുസരിച്ചും എന്തിന്റെ വാല്യൂ മാറും? പെർമിറ്റിവിറ്റിയുടെ വാല്യൂ മാറും. ഓരോ മീഡിയം മാറുന്നതനുസരിച്ച് എന്തിന്റെ വാല്യൂ മാറും? പെർമിറ്റിവിറ്റിയുടെ വാല്യൂ മാറും. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, മീഡിയം മാറും തോറും ആപ്സിലോണിന്റെ വാല്യൂ മാറുകയല്ലേ? അപ്പൊ എന്തും മാറും? ഫോഴ്സും മാറും. അപ്പൊ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഘടകം കൂടെ അവിടെ ആഡപ്പ് ആയി വരികയാണ്. ഏതാണ്? മീഡിയം. അതായത് രണ്ട് ചാർജസ് എയറിൽ ഇരിക്കുമ്പോഴുള്ള ഫോഴ്സ് അല്ല, ഈ രണ്ട് ചാർജസ് വെള്ളത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ്. രണ്ട് ചാർജസ് എയറിൽ ഇരിക്കുമ്പോഴുള്ള ഫോഴ്സ് അല്ല, വെള്ളത്തിൽ ഇരിക്കുമ്പോൾ വരിക. ആ ഫോഴ്സ് അല്ല ഗ്ലാസ്സിൽ ഇരിക്കുമ്പോൾ വരിക. മീഡിയം മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഈ ഫോഴ്സിൽ എന്ത് വരും? മാറ്റം. മീഡിയം മാറുന്നതനുസരിച്ച് എന്ത് മാറും? ഈ ഫോഴ്സിൽ എന്ത് വരും? മാറ്റം വരും. അപ്പൊ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എത്രണ്ണായി? 3 എണ്ണായി. ഏതാ? ഒന്ന് നേച്ചർ ഓഫ് മീഡിയം. പറഞ്ഞ എന്താ നേച്ചർ ഓഫ് മീഡിയം? അതാണ് ഇതിലൂടെ കയറി വരുന്നത്, എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂടെ കയറി വരുന്നത്. അപ്പൊ ഓരോ മീഡിയത്തിനും എന്തുണ്ടാവും? ഓരോ എപ്സിലോൺ വാല്യൂ ഉണ്ടാവും. നമ്മൾ എപ്സിലോൺ 0 ആയിട്ട് മാറ്റും, എപ്സിലോൺ r ഒക്കെ വരും. പിന്നത്തെ ഘടകം എന്താ? രണ്ട് ചാർജസിന്റെയും മാഗ്നിറ്റ്യൂഡ്, പിന്നെ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ നോട്ട്. 3 കാര്യങ്ങളാണ് എന്ത് അവിടെ പ്രൊപ്പോർഷൻ ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ എപ്സിലോണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഓക്കെ. ഇനി തൽക്കാലം നമ്മൾ ചിന്തിക്കുക, ഈ രണ്ട് ചാർജസ് എവിടെ ഇരിക്കണേന്ന് കരുതുക. വാക്വത്തിലാണ് ഇരിക്കണേന്ന് കരുതുക. വാക്വം അല്ലെങ്കിൽ എയർ. If these charges are placed, എവിടെയാണ് ഈ ചാർജസ് നമ്മൾ വെക്കുന്നത്? ഈസ് പ്ലേസ്ഡ് ഇൻ എയർ ഓർ വാക്വം. അപ്പൊ നമ്മൾ പറയുകയാണ് ഈ ചാർജസ് തൽക്കാലം എവിടെ ഇരിക്കുന്നത്? എയർ അല്ലെങ്കിൽ എവിടെയാണ്? വാക്വത്തിലാണ് ഇരിക്കുന്നത് കരുതുക. എയർ ഓർ വാക്വം ആണെങ്കിൽ എപ്സിലോണിന്റെ വാല്യൂ എന്തായിട്ടാണ് എടുക്കുന്നത്? എപ്സിലോൺ 0. അപ്പൊ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം. പക്ഷെ പറഞ്ഞു ഓരോ മീഡിയത്തിനും ഓരോ എപ്സിലോൺ വാല്യൂ ഉണ്ടാവും അല്ലെ? അപ്പൊ എയർ ആണെങ്കിൽ അതിന്റെ എപ്സിലോണിനെ നമ്മൾ എടുക്കുന്ന പേരാണ് എന്ത്? എപ്സിലോൺ 0. അതിനൊരു വാല്യൂ ഒക്കെ ഉണ്ട്, എഴുതി തരാം. അപ്പൊ എയർ ഓർ വാക്വം ആണെങ്കിൽ എന്താണ്? എയർ ഓർ വാക്വം ആണെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതണം നമ്മള്? എപ്സിലോൺ 0. അപ്പൊ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറഞ്ഞു പെർമിറ്റിവിറ്റി ഓഫ് എപ്സിലോൺ 0 എന്തായിരിക്കും? പെർമിറ്റിവിറ്റി ഓഫ് ഇപ്പൊ ഏത് മീഡിയാണ്? എയർ ഓർ വാക്വം. അപ്പൊ എപ്സിലോൺ 0 എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം. പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം ആണ് എന്ത്? എപ്സിലോൺ 0 എന്ന് പറയുന്ന കാര്യം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം അല്ലെ? Therefore ഫോഴ്സ് ഈക്വൽ ടു എന്താ വരിക? എയർ ആണ് മീഡിയം എങ്കിൽ പറഞ്ഞേ 1/4π എപ്സിലോൺ 0. 1/4π എപ്സിലോൺ 0 Q1 Q2 r². ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് കേട്ടോ. എയർ ആണ് മീഡിയം എങ്കിൽ എന്താണ് വരുന്നത്? 1/4π എപ്സിലോൺ 0 Q1 Q2 r². ഇതിപ്പോ അത്രയധികം മനസ്സിലാക്കാനുള്ള സംഗതികളുണ്ടോ? ഇല്ല. എയർ ആണെങ്കിൽ എയറിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ എപ്സിലോൺ എന്നുള്ള വാല്യൂ എത്രയാണ് വരുന്നത്? എപ്സിലോൺ 0 ആണ് വരുന്നത്. അത്രയേ ഉള്ളൂ
അത് വേറെ മീഡിയ ആണെങ്കിൽ ആ മീഡിയത്തിന്റെ എപ്സിലോൺ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം എന്ന് മാത്രം, വേറെ ഒന്നുമില്ല അവിടെ. അപ്പോ ഇക്വേഷൻ എന്താണ് വന്നത്? എഫ് ഈക്വൽ ടു, റീഡ് ചെയ്ത്, എയറിലാണെങ്കിൽ എഫ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R സ്ക്വയർ. കുളോംസ് ലോ ഒന്നുകൂടെ പറഞ്ഞു നോക്കി. കുളോംസ് ലോ ഒന്ന് സ്റ്റേറ്റ് ചെയ്തേ, എന്നിട്ട് അടുത്തേക്ക് കിടക്കാം. കുളോംസ് ലോ എന്തായിരുന്നു? The electrostatic force between two stationary charges. നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിച്ചോ, two stationary charges, charges at rest ആണ് അല്ലേ? Two stationary charges is directly proportional to the product of two charges and inversely proportional to the square of the distance between them. F equal to എയറിലാണെങ്കിൽ ഇക്വേഷൻ പറഞ്ഞ് 1/4πε0 Q1 Q2 by R സ്ക്വയർ. എപ്സിലോൺ സീറോന്റെ വാല്യൂ വേണം അല്ലെ? എപ്സിലോൺ സീറോന്റെ വാല്യൂ വരുന്നത് 8.854 into 10 raised to -12 ആണ് വരുന്നത്. into 10 raised to -12 കൂളോം സ്ക്വയർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത് വരുന്നത്, നമ്മുടെ യൂണിറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ആ വാല്യൂ ഒന്ന് പഠിക്കണം, എപ്സിലോൺ സീറോന്റെ വാല്യൂ കേട്ടോ. എപ്സിലോൺ സീറോന്റെ വാല്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും പഠിക്കണം. അപ്പൊ എപ്സിലോൺ സീറോന്റെ വാല്യൂ എത്ര വരുന്നത്? 8.854 into 10 raised to -12 -12 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, അതൊന്നും അത്ര കാര്യമുള്ള കാര്യമല്ല. പക്ഷേ നമ്മളപ്പോ ഇത് ചെയ്യുമ്പോ 1/4πε0 എപ്സിലോൺ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം അല്ലെ? ഈ കോൺസ്റ്റന്റ് അത് എപ്പോഴും ചെയ്യണ്ടല്ലോ. എയർ വരികയാണെങ്കിൽ എപ്പോഴും അവിടെ എത്രയും കോൺസ്റ്റന്റ് 1/4πε0 എയർ ആണെങ്കിൽ ആണോ? അപ്പൊ അത് ചെയ്തിട്ട് ഈ എപ്സിലോൺ സീറോന്റെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഉത്തരമാണ്. അത് പഠിക്കണം കേട്ടോ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. 9 into 10 raised to 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ. 1/4πε0ന്റെ മൊത്തം വാല്യൂ ആണ്. അപ്പൊ ഇത് എപ്പോഴും ചെയ്യണ്ടല്ലോ. ഒറ്റയടിക്ക് 1/4πε0ക്ക് പകരം എന്ത് കൊടുക്കാം? 9 into 10 raised to 9 കൊടുത്താൽ മതി. ഇപ്പൊ പണി വരും. അപ്പൊ 1/4πε0ന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 9 into 10 raised to 9. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ഫോർ അതർ മീഡിയം എന്താണ്? ഇപ്പൊ നമ്മള് ഫോർ അതർ മീഡിയം ഇപ്പൊ നമ്മൾ കണ്ട എന്തായിരുന്നു? ഏതൊരു മീഡിയത്തിന്റെയും ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഏതൊരു മീഡിയത്തിന്റെയും പെർമിറ്റിവിറ്റി ജസ്റ്റ് ആപ്സിലോൺ. അത് എയറിന്റെ കേസിലാണെങ്കിൽ ആപ്സിലോൺ 0, കുഴപ്പമില്ലല്ലോ. ഇനി ശ്രദ്ധിക്കുക, വേറൊരു മീഡിയത്തിന്റെ, ഒന്നായി ശ്രദ്ധിക്കുക കേട്ടോ, വേറൊരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ആപ്സിലോൺ ആണെന്ന് കരുതാം. എയറിന്റെ പെർമിറ്റിവിറ്റി എത്രയാണ്? എയറിന്റെ പെർമിറ്റിവിറ്റി എത്രയാ? ആപ്സിലോൺ 0. അപ്പൊ നമ്മള് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിനെ എയറിന്റെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിനെ നമ്മള് എയറിന്റെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് ആപ്സിലോൺ 6. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണെന്ത്? ആപ്സിലോൺ 6 എന്ന് പറയും. കുഴപ്പമില്ലല്ലോ. ആപ്സിലോൺ 6 എതിർപ്പുണ്ടോ? എഴുതാൻ മറ്റൊന്ന് പറഞ്ഞിട്ട് എഴുതാം. ഫോർ അതർ മീഡിയം. അപ്പൊ ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. വെറും ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? സൈഡിൽ മാർക്ക് ചെയ്യാം. വെറും ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണോ മക്കളെ? അതെ. ആപ്സിലോൺ 0 എന്താ? പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം. അപ്പോ ആപ്സിലോൺ ബൈ ആപ്സിലോൺ 0 നമ്മൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ആപ്സിലോൺ 6. അപ്പൊ ആക്ച്വലി ഇത് എന്താ? നമ്മുടെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആരായിട്ട് കമ്പയർ ചെയ്യണം? നമ്മള് എയർ ആയിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി 10, എയറിന്റെ 5 ആണെന്ന് കരുതുക, ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. അപ്പൊ ആപ്സിലോൺ 6 എത്ര വരിക? 2. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എയറിന്റെ പെർമിറ്റിവിറ്റിയേക്കാളും എത്ര ടൈംസാ? 2 ടൈംസ് ആണെന്ന് മനസ്സിലാക്കാം. ആണോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എയറിന്റെ പെർമിറ്റിവിറ്റിയാണ് എത്ര? എയർ 5 അല്ലേ? അപ്പൊ എയറിന്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര ടൈംസാ? 2 ടൈംസ്. അപ്പൊ ആപ്സിലോൺ 6 എന്ന് പറഞ്ഞാൽ ആരുമായിട്ടുള്ള കമ്പാരിസൺ ആണ്? നമ്മുടെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എയർ ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. അപ്പൊ ആപ്സിലോൺ 6 നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ആപ്സിലോൺ 0 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്താവും? ഇങ്ങോട്ട് വരും അല്ലെ? അപ്പൊ ഒരു മീഡിയത്തിന്റെ ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്സിലോൺ 0 ഇൻറ്റു പറയേ ഈ ആപ്സിലോൺ 0 കൊണ്ടുവന്ന പോരെ? ആണോ? അപ്പൊ ഒന്ന് റീഡ് ചെയ്തേ. എന്താ ആപ്സിലോൺ? ആപ്സിലോൺ എന്താ? അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം?
പെർമിറ്റിവിറ്റി ഓഫ് എയർ ഇൻറ്റു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്പൊ ഒരു മീഡിയത്തിന്റെ ആപ്സിലോൺ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയറിന്റെ ആപ്സിലോണിനെ, എയറിന്റെ ആപ്സിലോൺ സീറോനെ ഏതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയറിനെ, സോറി, പെർമിറ്റിവിറ്റി ഓഫ് എയറിനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇവിടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ആപ്സിലോൺ 0 5. മാഷ് പറഞ്ഞു ആപ്സിലോൺ 6 3 ആണ്. ആപ്സിലോൺ 6 എത്രയാ? 3. ഒരു മീഡിയത്തിന്റെ ആപ്സിലോൺ 6 എത്രയാ? ഉറക്കെ പറ. 3 ആണ്. അപ്പൊ ആ മീഡിയത്തിന്റെ ആപ്സിലോൺ വാല്യൂ എത്രയാ? ആ മീഡിയത്തിന്റെ ആപ്സിലോൺ വാല്യൂ എത്രയാ? ഉറക്കെ പറഞ്ഞേ. 50. എന്താ അതിന്റെ കൺസെപ്റ്റ്? ആപ്സിലോൺ 0 എത്രയാ? 5. അതായത് എയറിന്റെ പെർമിറ്റിവിറ്റി എത്രയാ? ആപ്സിലോൺ 6 എത്രയാ ഈ മീഡിയത്തിന്റെ? അതിന്റെ അർത്ഥം എന്താ? ആപ്സിലോൺ 6 3 നിങ്ങൾ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? എയറിന്റെ പെർമിറ്റിവിറ്റി വാല്യൂന്റെ എത്ര മടങ്ങാ? 3 മടങ്ങായിരിക്കും ആരുടെ പെർമിറ്റിവിറ്റി? നമ്മുടെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. അത്രയേ ഉള്ളൂ. അത് രണ്ടും ജസ്റ്റ് എന്ത് ചെയ്യേണ്ടോ? മൾട്ടിപ്ലൈ ചെയ്യേണ്ടോ. അപ്പൊ ആപ്സിലോൺ ഇൻറ്റു ആപ്സിലോൺ 0 നമ്മൾ ചെയ്യാണ്. ആപ്സിലോൺ 0 ഇൻറ്റു ആപ്സിലോൺ 6. ഒരു ഉദാഹരണം കൂടെ വെറുതെ ഒന്ന് മനസ്സിലായി പോവാൻ. ആപ്സിലോൺ 0 5 ആണെന്ന് പറഞ്ഞു, ആപ്സിലോൺ 6 4 ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എത്രയാ? 20. അതിന്റെ മീനിങ് എന്താ? എയറിന്റെ വാല്യൂവിനേക്കാളും 4 മടങ്ങ് കൂടുതലായിരിക്കും എന്ത്? മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. എയറിന്റെ വാല്യൂവിനേക്കാളും 4 മടങ്ങ് കൂടുതലായിരിക്കും എന്ത്? മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. അപ്പോ ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം അല്ലെ? ഫോർ അതർ മീഡിയത്തിലെ കൂളോംസിൽ എങ്ങനെ എഴുതാം? ബോർഡ് ശ്രദ്ധിക്കട്ടോ. എഫ് ഇൻ മീഡിയം, അല്ലെങ്കിൽ വേണ്ട, ആദ്യം എഫ് ഇൻ എയർ നോക്കാം. എഫ് ഇൻ എയർ, എഫ് ഇൻ എയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എഫ് ഇൻ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർജസ് എവിടെ ഇരിക്കണേ? എയറിൽ. എഫ് എന്താ? ഫോഴ്സ്. അപ്പൊ രണ്ട് ചാർജസ് എവിടെ ഇരിക്കുമ്പോഴുള്ള ഫോഴ്സ്? രണ്ട് ചാർജസ് എവിടെ? ഏത് ലോയാ? ഏത് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കുക? എന്താ കൂളോംസിലോടെ ഇക്വേഷൻ? എയറിലാണെങ്കിൽ എന്താ കൂളോംസിലോടെ ഇക്വേഷൻ? 1/4πε0 Q1 Q2 R². എതിർപ്പില്ലല്ലോ. ആപ്സിലോൺ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഇവിടെ മീഡിയം ആരാ? അതുകൊണ്ടാണ് മാഷ് എന്ത് ഉപയോഗിച്ചത്? ആപ്സിലോൺ 0 ഉപയോഗിച്ചത്. ആണോ? ശരിയല്ലേ? ഇനി ഒരു കാര്യം ചെയ്യാം. മീഡിയത്തിലുള്ള ഫോഴ്സ് കാണാം. എഫ് മീഡിയം, ഏത് മീഡിയം ആയിക്കോട്ടെ, എഫ് മീഡിയം. എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ചാർജസ് ഇരിക്കുന്നത് എവിടെയാണ്? മീഡിയത്തിലാണ്. ഏത് മീഡിയം? അതർ ദാൻ എയർ. എയർ ആണെങ്കിൽ എയർ എഴുതിയ പോലെ. രണ്ട് ചാർജസ് ഇരിക്കുന്നത് എവിടെയാണ്? ഒരു മീഡിയത്തിലാണ്, വേറൊരു മീഡിയത്തിലാണ്. എഫ് എന്താ? എഫ് എന്താ? അപ്പൊ എഫ് മീഡിയം എന്താ? വേറെ മീഡിയത്തിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ആര് തമ്മില്? ടു ചാർജസ് തമ്മിൽ ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലേ? ഓക്കെ അല്ലേ? എന്താ ഇക്വേഷൻ? തിരക്കൂട്ടണ്ട, ആലോചിച്ച് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്താ? കൊളോംസ് ലോ പ്രകാരം 1/4π എന്ത്? ആ മീഡിയത്തിന്റെ എപ്സിലോൺ. എപ്സിലോണിന്റെ പേരെന്താ? എപ്സിലോണിന്റെ പേര് പെർമിറ്റിവിറ്റി ആണോ? അപ്പൊ ഭാഷ എന്തോടെ എഴുതണ്ടേ? ജസ്റ്റ് നമ്മൾ എഴുതാണ് മുന്നേ. എന്താ എഴുതണ്ടേ? ജസ്റ്റ് എന്താ എഴുതണ്ടേ? എപ്സിലോൺ എഴുതിയ പോലെ. എപ്സിലോൺ വാല്യൂ എപ്സിലോൺ. Q1 പറയേ, Q1 Q2 പക്ഷെ നമുക്കൊരു കാര്യം അറിയാം. ആപ്സിലോൺ, ഒരു മീഡിയത്തിന്റെ ആപ്സിലോൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എയറിന്റെ പെർമിറ്റിവിറ്റിനെ അതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൊണ്ട് എന്ത് ചെയ്താൽ മതി? അപ്പൊ ഈ ആപ്സിലോണിന് പകരം എന്ത് കൊടുക്കാം? മാഷിന് അടുത്ത സ്റ്റെപ്പില് എഫ് മീഡിയം ഈക്വൽ ടു 1/4π അല്ലേ? എപ്സിലോണിന്റെ പകരം എന്ത് കൊടുക്കാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ Q1 Q2 R². ഇതിപ്പോ പതുക്കെ ഒന്ന് സ്ക്രിബിൾ ചെയ്ത് പോയോ? അതൊക്കെ നോട്ടാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇത് ഡിവൈഡ് ചെയ്തെടുത്താൽ കറക്റ്റ് റിലേഷനിലേക്ക് എത്തും. മോളിത്തെ എഴുതിയതല്ലേ? അത് എപ്സിലോണിന്റെ വാല്യൂ എഴുതിയതാണ്. ഇങ്ങനെ ബോർഡിൽ വരുന്നത് മാഷ് പറഞ്ഞില്ലേ, പറയാൻ പറ്റുപോയതാണ്. പതുക്കെ കൂടെ ഇരിക്കും കേട്ടോ. ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് എഴുതാനായിട്ട് വേറെ സമയം കളയണ്ട. അതുപോലെ ഇതിലൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കേട്ടോ. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം.
ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം എന്നുള്ള പേരും കൂടെ അതിനുണ്ട്. പല പല പേരുകളുണ്ട്, 2 പേരുകളാണ് ഉള്ളത്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം. ആവശ്യം നാളെ എന്തായാലും പഠിച്ചു വരണം കേട്ടോ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ട്. അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. എന്താ സംഭവം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നന്നായി പഠിക്കുന്ന എന്തായാലും എന്താ അങ്ങനെ ഒരു തീരുമാനം. അത് ഞാൻ പറഞ്ഞില്ലേ, വൈഫ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് തുടങ്ങുമ്പോ ഒക്കെ എന്താ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അത് കുറച്ച് കഴിഞ്ഞാലാണ് അത് ശരിയായിട്ട് തോന്നുന്നത്. എന്തായാലും കുറച്ച് ദിവസം പഠിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. എടുത്ത ക്ലാസ്സിലൂടെ എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ട്. പദ്ധതി കറക്റ്റായിട്ട് പഠിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഡെയിലി ചോദിക്കണം ആരാണോ സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ ചോദിക്കാണ്ടായി തിരക്കായപ്പോഴേ എല്ലാ ദിവസം ചോദിക്കാം കേട്ടാ. അങ്ങനെ പഠിച്ചു പോകണമെങ്കിൽ പഠിച്ചു നോക്കാം, കുഴപ്പമില്ല. എല്ലാ ദിവസം ചോദിക്കാം. തല്ല് കിട്ടുണ്ടോ? ഒരു ദിവസം അടി പൊട്ടൻ്റെ അത് നിർത്തി പോയിരിക്കും. അടി പൊട്ടുമ്പോ പിന്നെ അതാണ് പ്രശ്നം. അത് നാളോട്ട് ഞാൻ ഈ കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇതങ്ങനെ അത് പ്രത്യേകം പറയാൻ കേട്ടാ. ഇപ്പൊ മാഷ എന്തെങ്കിലും ചീത്ത പറയേ അല്ലെങ്കിൽ തീർന്നിരിക്കാൻ പറയേ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സെൻസിൽ എന്ത് ചെയ്യാ എടുക്കുക. മനസ്സിലായ? ഞാൻ പൊതുവെ എനിക്കൊന്നും പറയാറില്ല. ഞാൻ നിങ്ങളെ കഴിഞ്ഞോളം തല്ലിയിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞോളം തല്ലി കിട്ടിയോലെ അല്ല അങ്ങനെയല്ല. അതായത് 1-2 തല്ല കിട്ടിയത് സ്ഥിരമായിട്ട് അടിക്കേണ്ടി വന്നിട്ടില്ല. ഒന്നല്ലെങ്കിൽ ആ കിട്ടിയ അടിയിൽ നന്നായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അടിച്ചിട്ടില്ല. നിങ്ങള് വെറുതെ അങ്ങനത്തെ പേരിലാക്കി തരാ. മനസ്സിലായി? എനിക്ക് അങ്ങനെ തോന്നണം. മാർവെല്ലാം കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയില്ലല്ലോ. ഏകനെല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഏകനെല്ലാം കിട്ടിയിട്ട് സൈന കിട്ടിയിട്ടുണ്ടാ? സൈന കിട്ടിയിട്ട് ഇഷ്ടംപോലെ അത് ഓരോന്നെല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഇല്ലാന്ന് പറയില്ല. ഇതിലാവട്ടെ, എന്തായാലും പഠിച്ചു വന്നോളൂ നിങ്ങള്. ഇതുപോലെ തന്നെ പഠിച്ചു പൊക്കോളൂ. കുറച്ച് കാര്യങ്ങൾ ആകെ എടുക്കാറുള്ളൂ നമ്മളെല്ലാം എപ്പോഴും എല്ലാ ക്ലാസ്സിലും. അതൊന്ന് ഫില്ല് ചെയ്ത് വന്നോളൂ എന്ന് പറയാ. ശ്രദ്ധിക്കുക. അപ്പൊ തിരിച്ചു വരിക. കണ്ണന് കിട്ടിയിട്ട് തോണു. എനിക്ക് ഓർമ്മയുണ്ട്. 2 വട്ടം കിട്ടിയിട്ടുള്ളൂ. കണ്ണന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? പിന്നെ ലേബയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ദേവിക്ക് നല്ല കിട്ടിയിട്ടുണ്ട്. ചില അടികൾ എനിക്ക് ഓർമ്മയുണ്ട്. കയ്യിൽ നിന്ന് പോയിട്ടുള്ള അടികളുണ്ട്. രാധയ്ക്ക് കിട്ടിയിട്ട് തോന്നുന്നു. കൈ പൊട്ടിയത് അറിഞ്ഞിട്ട് അതിന്റെ കൈ പൊട്ടിയില്ലേ? എവിടെ ഉണ്ട്? അന്നടി പൊട്ടിയെന്നാണ് അല്ലേ? ഞാൻ കേസിന് പോകുന്നത് വിചാരിച്ചേ. അടിക്കുമ്പോ കൈൻ്റെ അടിയിൽ അടിച്ചാൽ കുഴപ്പമില്ല. അടിയിരിക്കുമ്പോ ആദ്യ പ്രശ്നം ഇവർക്ക് അങ്ങനെ കാണിക്കും. അപ്പൊ അടി മാറിയ പിന്നെ ആരുടെ കൈ പൊട്ടിയിട്ടുണ്ടല്ലോ? ആ കുട്ടികളുടെ ആരുടെ കൈ പൊട്ടിട്ട് പഠിച്ചെന്ന് പറയുന്നല്ലോ. പാടുന്നില്ല +2 അതോട്ടെ. അല്ല അതിപ്പോ നമ്മളെ തല്ലാൻ ചെടി വേണമെങ്കിൽ തല്ലണമെന്നല്ല. എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് വല്ല ദേഷ്യമുണ്ട്. അത് അവനവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എല്ലാ ആഴ്ച. എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് എന്താണ് യാതൊരു ദേഷ്യമില്ല എന്ന് പറയാ. പഠിച്ചു വരണം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ആൾ പഠിക്കുന്നത് കരുതണം. തിരിച്ചു വരിക. സൈലന്റായിരുന്നേ. അപ്പൊ എന്താ ഡൈഇലക്ട്രിക് മീഡിയം. ചെറിയൊരു കാൽക്കുലേഷനിലേക്ക് നമുക്ക് വരാണ്ട് കൂടുതൽ ശ്രദ്ധിച്ചേ. അപ്പൊ എന്താണ് ഈ ആപ്സിലോൺ ആർ? ആപ്സിലോൺ ആറിന്റെ ഒരു പേരാണ് എന്ത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നുള്ളൊരു പേര് കൂടി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് രണ്ടും എന്തിനാ ചെയ്തു വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കും. ഇത് രണ്ടും എന്തിനാ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എഫ് എയറിലുള്ള ഫോഴ്സ് എന്താണ്? എഫ് എയറിലുള്ള ഫോഴ്സിനെ നമ്മള് എഫ് ഏതാ മീഡിയം, അതായത് എയറിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സിനെ എവിടെ വെക്കുമ്പോഴുള്ള ഫോഴ്സ് കൊണ്ട് മീഡിയത്തിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ. അപ്പൊ എന്താ കിട്ടാൻ നോക്കാം. അപ്പൊ എഫ് എയർ എന്താ വരിക? 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². എഫ് മീഡിയം എന്താ പറയേ? 1/4πε0 പറയുന്നത് ഇവിടെ എഴുതിയില്ലേ? എന്താ? Q1 Q2 ബൈ. അപ്പൊ ഇതും എന്തായി? 1 ഉം 1 എന്തായി? 4πയും 4πയും എന്തായി? ഇത് ക്യാൻസൽ ചെയ്തൂടെ? ഒക്കെ ക്യാൻസൽ. ഈ എപ്സിലോൺ ആർ നേരെ ഇങ്ങോട്ട് പോകും. എപ്സിലോൺ ആർ നേരെ ഇങ്ങോട്ട് പോകും, മുകളിലേക്ക് പോകും. അപ്പൊ എന്താ വരിക? എഫ് എയർ ബൈ എഫ് മീഡിയം. എഫ് എയർ ബൈ എഫ് മീഡിയം
ക്യാൻസലേഷൻസ് ഓക്കെ അല്ലേ? ബാക്കി എന്തൊക്കെയുള്ള ഇത് എഴുതണ്ട നിങ്ങള്, മീൻസ് ഇവിടെ എഴുതണമെന്നില്ല. മുകളിൽ ബാക്കി ഇവിടെ എല്ലാം കട്ടായി പോയില്ലേ? അപ്പൊ ബാക്കി എന്താണ് അവിടെ? നിങ്ങൾ പറയേ ബാക്കി എന്താ? 1 all divided by ഇവിടെ ഇതും കട്ടായി പോയില്ലേ? മൊത്തത്തിൽ പോയി. അപ്പൊ മുകളിൽ എന്താ ഉള്ളത്? ഇവിടത്തെ മുകളിൽ എന്താ ഉള്ളത്? 1 by അടിയിൽ ആരാ ഉള്ളത്? r². ഇത് മൊത്തത്തിൽ പോയതാ ആരാ? എപ്സിലോൺ ആർ. ഇത് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ വരിക? അതാണ് മാഷി ഇവിടെ എപ്സിലോൺ ആർ നേരിട്ട് എഴുതണം. കുഴപ്പമില്ലല്ലോ, ഇത് നിങ്ങൾ കാണിക്കണമെന്നില്ല, ഇത് കാണിച്ചിട്ട് കാണിച്ചാൽ. അപ്പൊ നമുക്ക് എഫ് എയർ ബൈ എഫ് മീഡിയം ഈക്വൽ ടു എന്താ? എപ്സിലോൺ ആർ. അപ്പൊ ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് വേറൊരു ഡെഫിനേഷൻ കൂടെ കിട്ടുകയാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ പറയേ ഫോഴ്സിങ് ടു ഫോഴ്സിങ്. അതാണ് എന്ത്? എപ്സിലോൺ ആർ അല്ലേ? അപ്പൊ എപ്സിലോൺ ആറിന് എത്ര ഇക്വേഷൻസ് പഠിച്ചു? 2 ഇക്വേഷൻസ് പഠിച്ചു. ഏതാ? മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ബൈ എയറിന്റെ പെർമിറ്റിവിറ്റി, അല്ലെങ്കിൽ എയറിലുള്ള ഫോഴ്സ് പറയേ മീഡിയത്തിലുള്ള ഫോഴ്സ്, എയറിലുള്ള ഫോഴ്സ് ബൈ എഫ് എയർ ബൈ എഫ് മീഡിയം. അങ്ങനെ അതിൽ വരുന്നത് അങ്ങനെ എഴുതിയാണ് പൊക്കോട്ടാ. എഫ് എയർ ബൈ എഫ്. അപ്പൊ ഒരു ഡെഫിനിഷൻ ആയിട്ട് ആഡ് ചെയ്യണം നമുക്ക്. സംശയം ചോദിക്കാം കേട്ടോ, ഡൗട്ട് നീ ചോദിക്കുക, പറയാം. എഴുതുക. മൾട്ടിപ്പിൾ ആണല്ലേ? ഇത് ഒറ്റയടിക്ക് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ ചില ബുക്കിൽ അങ്ങനെ കാണാറുണ്ട്. Q1 Q2 by 4π epsilon 0 r². അല്ലേ? ഇത് വ്യത്യാസം ഉണ്ടാവും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രം, ഒരു ഭംഗിക്ക് സ്ട്രക്ചർ ആക്കിയിട്ട് എഴുതുന്നത് മാത്രം. അത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ കണ്ടോ 1/4π epsilon 0 കാര്യം ഒറ്റയടിക്ക് പഠിക്കല്ലേ? അപ്പൊ പ്രോബ്ലം ചെയ്യണമെങ്കിൽ അത് അവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഉത്തരം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1/4π epsilon എഫ് എയർ ബൈ എഫ് മീഡിയം ഈക്വൽ ടു എന്താ? എപ്സിലോൺ ആർ. എഫ് എയർ ബൈ എഫ് മീഡിയം ഈക്വൽ ടു എപ്സിലോൺ ആർ. അപ്പൊ എഫ് മീഡിയം അപ്പൊ എന്തായിരിക്കും? എഫ് മീഡിയം എന്തായിരിക്കും? എഫ് മീഡിയം എന്തായിരിക്കും? എഫ് എയർ ബൈ പോട്ടെ, ഞാൻ കടക്കണില്ല, അത് നിങ്ങൾ പ്രോബ്ലം ആയിട്ട് ചെയ്താൽ മതി. അത് ഇവിടെ നിൽക്കട്ടെ. അതിന് മുൻപ് തൊട്ട് താഴെ എഴുതി വെച്ചോ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വേറെ പേരെന്തായിരുന്നു? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അതിന്റെ ഡെഫിനേഷൻ 2 രീതിയിൽ അതിന്റെ ഡെഫിനേഷൻ പറയാം. എത്ര രീതിയിൽ പറയാം? 2 രീതിയിൽ. ഒന്ന് വേഗം പറഞ്ഞേ. എന്താ? പെർമിറ്റിവിറ്റി ഓഫ്, ഇവിടെ നോക്ക്, ഇവിടെ മീഡിയം. അത് ഡെഫിനേഷൻ. നമ്മൾ ഈ ഡെഫിനേഷൻസ് പഠിക്കുമ്പോൾ കൂടുതൽ എന്താ, ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷൻ പഠിച്ചാൽ എന്തായി? ഡെഫിനിഷൻ ആയി. ആണോടാ? അതെ. എന്താണ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എന്താ റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് എയർ. അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ force between 2 charges in air to force between 2 charges in medium. അല്ലേ? ക്ലിയർ ആഫിലെ ശ്രദ്ധിക്കട്ടോ. ഫോഴ്സ് ബിറ്റ്വീൻ 2 charges in medium 2 രീതിയിൽ എഴുതാം. ഡെഫിനിഷൻ എഴുതി കൊടുത്താൽ തന്നെ എഴുതാൻ പറ്റുമോ? ഒന്ന് തന്നെ എഴുതി. എന്താണ് എഴുതിയ കോൺസെപ്റ്റ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ആരാണ്? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം. എപ്സിലോൺ ആർ is the permittivity of medium or അല്ല, to permittivity of ആരാ? 2 ആണ് പറയുന്നത്. 2 ആരാ? permittivity of air or vacuum. വേറെ രീതിയിൽ പറയാം, അത് എഴുതണം. 2 ഡെഫിനിഷൻസ് എഴുതിക്കോ. 100 പ്രാവശ്യം പറയുന്നതായിരുന്നു. കിട്ടിയില്ല നിങ്ങൾക്ക് ഇത്ര കൺഫ്യൂഷൻ വേണ്ടല്ലോ. മാറില്ലേ? ആ പുസ്തകം നീ എവിടെയെങ്കിലും വെക്കി ആ ഫോൺ ഇട്ടിരിക്കോട്ടെ. ഫോഴ്സിന്റെ ടേംസിൽ കൂടെ പറഞ്ഞേ. ഫോഴ്സിന്റെ ടേമിൽ കൂടെ പറഞ്ഞേ. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. എവിടെ? ബിറ്റ്വീൻ 2 ചാർജസ് ഇൻ മീഡിയം. അല്ലെങ്കിൽ 2 ചാർജസ് എപ്പോഴും വേണ്ട. ഫോഴ്സ് ബിറ്റ്വീൻ
2 charges in air to medium. ഒക്കെ ഷോർട്ട് ആയിട്ടൊക്കെ പറയാനൊന്നും കുഴപ്പമുള്ള കേട്ടല്ല. പറയുന്ന കാര്യം എന്തായാൽ മതി, ശരിയായാൽ മതി. അപ്പൊ ഒരു ചോദ്യം ഞാൻ എഴുതാം. ആ ചോദ്യം നിങ്ങൾ തന്നെ ആൻസർ പറയണം കേട്ടോ. എഴുതുക. കഴിഞ്ഞോ? എഴുതിയ കിട്ടാത്തവരുണ്ടാ? കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. അവിടെ കിട്ടിയ ചിലപ്പോൾ കിട്ടിയ ചിലപ്പോൾ പഠിച്ചുകൊണ്ടുവന്നിട്ട് ഉണ്ട്, പഠിച്ചുകൊണ്ടുവന്നുണ്ടോന്ന് പറഞ്ഞേ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞേ. ചോദിക്കട്ടെ മാഷ. In universe the charge is വെരി ഗുഡ്. പഠിച്ചു വന്നോളൂ. മാത്സ് സെറ്റ് ചെയ്യാൻ വേണ്ട. ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ എത്രയാ? 1.6 into 10⁻⁻⁹ കൂളോം അല്ലേ? ഇത് മനസ്സിലായോ? ഇവിടെ വരെ ഓക്കെ ആണോ? ആലോചിച്ച് ഉത്തരം പറയാം കേട്ടോ. ആലോചിച്ച് തിരക്കടിക്കണ്ട കേട്ടോ. തിരക്കടിച്ചിട്ട് സമാധാനം പോലെ ഡിസ്കസ് പറഞ്ഞാൽ. ഇഫ് ദ എയർ മീഡിയം ബിറ്റ്വീൻ എഴുതാം. ചോദ്യമാണ്, ഒരു ചെറിയ പ്രോബ്ലം പോലെ. അത്ര വലിയ പ്രോബ്ലം അല്ല, സിമ്പിൾ ആയിട്ടാണ്. ഇഫ് ദ എയർ മീഡിയം ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് two charges is replaced by water. If the air medium between two charges is replaced by water, what change you expect in the electrostatic force? What change you expect in the electrostatic force and why? What change you expect in the electrostatic force and why? ആലോചിച്ച് പറഞ്ഞാൽ ചോദ്യം കിട്ടിയോ? ഇല്ല. If the air medium between two charges is replaced by water, what change you expect? What change you expect in the electrostatic force and why? And why? Why? And why? ആലോചിക്കുക. കഴിഞ്ഞ ദിവസം വീഡിയോ വയ്ക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം വന്നിട്ടുണ്ട് കണ്ടോ. അതായത് 30 ലക്ഷം രൂപ ഹോം ലോൺ എടുക്കുകയാണെന്ന് കരുതുക. 30 ലക്ഷം ഹോം ലോൺ എടുക്കും. 8.6% ഇപ്പൊ പലിശനിരക്ക്. EMI വരുന്നത് 23,250 രൂപ വരും. EMI വരുന്നത് അത് മൊത്തം അടയ്ക്കണ പലിശ മാത്രം എത്രയാ അറിയും? 30 കൊല്ലം കൊണ്ട് 53,80,827. 30 ലക്ഷം ലോൺ എടുത്തു കഴിഞ്ഞാല് 30 ലക്ഷം നമ്മൾ ലോൺ എടുക്കും അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ലോണിലേക്ക് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാന്ന് പറയാം. 30 ലക്ഷം ലോൺ എടുക്കുന്നു. ഇപ്പോഴത്തെ പലിശ നിരക്ക് എത്രയാ? 8.6%. ഹോം ലോൺ ഉണ്ടാവും. പേഴ്സണലിലേക്കാണെങ്കിൽ 16%. അപ്പോ 30 ലക്ഷം ലോൺ എടുത്ത് 8.6 എത്ര കൊല്ലത്തേക്ക് എടുക്കുന്നത്? 30 കൊല്ലത്തേക്ക്. 30 കൊല്ലത്തേക്ക് എടുക്കുമ്പോ ഇൻട്രസ്റ്റ് അടയ്ക്കണത് എത്രയാ? 53 അല്ലേ പറഞ്ഞ? 53 എറൗണ്ട് കൂട്ട 53 ലക്ഷം. 30 കൊല്ലം കൊണ്ട് 53 ലക്ഷം എന്താ ഇൻട്രസ്റ്റാ. പ്ലസ് ഏത് അടയ്ക്കണം? പലിശ പ്രിൻസിപ്പൾ അടയ്ക്കണ്ടേ? അപ്പൊ ഈ 30 കൊല്ലം കൊണ്ട് ആക്ച്വലി അടച്ചു വരുന്ന എമൗണ്ട് എത്രയാ? 53,80,827. ഫിനാൻസ് എപ്പോഴും എന്ത് ചെയ്യുക? ഫോളോ ചെയ്യണം. 53,80,827. എത്ര കൊല്ലം? 30 കൊല്ലം അടയ്ക്കണം. അത് EMI ഒരു മാസം EMI 23,000 രൂപ. ഒരു മാസം എത്ര EMI അടയ്ക്കണം? 23,000 EMI അടയ്ക്കണം. എത്ര കൊല്ലം അടയ്ക്കണം? 30 കൊല്ലം അടയ്ക്കണം.
കാലാവധി കുറയുമ്പോ പൈസ കുറയും. 30 കൊല്ലം എന്നുള്ളത് 15 കൊല്ലം അന്നേരം വേറെ കാര്യം കിട്ടാ. ഇതിപ്പോ ഇതിന്റെ രസം എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കും. ഇതിന്റെ രസം എന്താ വെച്ചാല് ഫ്ലോട്ടിംഗ് റേറ്റിലാണ് ലോൺ എടുക്കുക. ഒരാളിലേക്ക് അറിഞ്ഞിട്ട് നല്ലതാണ് കേട്ടോ. അതുപോലെ വീട്ടില് ലോണൊക്കെ എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ, ഹോം ലോണൊക്കെ എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഫ്ലോട്ടിംഗ് റേറ്റിൽ ലോൺ എടുക്കുമ്പോഴേ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിസർവ് ബാങ്ക് റെപ്പോ റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ നിരക്കിൽ നമ്മൾ അടയ്ക്കേണ്ട പലിശ നിരക്കിൽ എന്ത് വരും? വ്യത്യാസം വരും. ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിലാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.6 അവസാനം വരെ അടയ്ക്കണം. പിടിയിട്ടില്ല. ഫ്ലോട്ടിംഗ് റേറ്റിൽ അടയ്ക്കുമ്പോൾ RBI പലിശ കുറയ്ക്കുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട പലിശ ആ കാലാവധിയിൽ എന്ത് ചെയ്യും? കുറയും. ഹോം ലോൺ എടുത്തുള്ളവർ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഈ ഫ്ലോട്ടിംഗ് റേറ്റിൽ ഹോം ലോണിന് പലിശ കുറയെന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചതി എന്താണെന്ന് അറിയോ? ചതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപേക്ഷ കൊടുത്താല കുറഞ്ഞ ഫ്ലോട്ടിംഗ് റേറ്റിൽ ചാർജ് ചെയ്യുമോ? മനസ്സിലായില്ല. അതായത് RBI എന്ത് കുറച്ചു? പലിശ കുറച്ചു. അപ്പൊ നമുക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് പ്രകാരം കുറഞ്ഞ പലിശക്ക് ആ പീരീഡിൽ നമുക്ക് എന്ത് കിട്ടും? കുറഞ്ഞ പലിശക്ക് ലോൺ അടച്ചാൽ മതി. പക്ഷെ ആ കുറഞ്ഞ പലിശയിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാങ്കിൽ പോയിട്ട് ഫോം ഫിൽ ചെയ്യണമെന്നാണ് ഇതുവരെയുള്ള ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അങ്ങനെയാണ്. ഇപ്പൊ അറിയുന്നത് എനിക്കറിയില്ല, അങ്ങനെയാണ്. അപ്പൊ അതിൽ ചാദ്യം എന്താണെന്ന് അറിയോ? പല ആൾക്കാരും എന്ത് ചെയ്യില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യാ? അവരിങ്ങനെ അടക്കുന്ന പൈസ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അടച്ചോണ്ടിരിക്കും. അപ്പൊ 8.6 എന്നുള്ളത് ചിലപ്പോ 8.3 കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അപേക്ഷ കൊടുക്കാത്ത കാരണം എന്ത് ചെയ്യില്ല, എത്ര തന്നെ ചാർജ് ചെയ്യും അവര്? 8.6 തന്നെ ചാർജ് ചെയ്യും. അപ്പൊ നിങ്ങൾ തോന്നേ 8.6 8.3 അല്ലേ? കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവോ? വ്യത്യാസം ഉണ്ടാവും. എത്ര ലക്ഷം? 30 ലക്ഷം എറൗണ്ട് കൂട്ടാല്ലേ? 15 ലക്ഷം കണക്കിനാണല്ലോ ഹോം ലോൺ വരിക. അപ്പൊ ഈ ബാങ്ക് റേറ്റ് പറയുമ്പോ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. മനസ്സിലാവണ്ട. എപ്പോഴും അതെന്താ ഇങ്ങനെ എടുക്കണമെങ്കിൽ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലേ വേറെ ഒന്നുമല്ല. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പല ആളുകൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക്, ഇപ്പൊ നാളെ ജാക്മാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജാക്മാ ചൈനത്തെ അലിബാബ ഓൺലൈൻ ബിസിനസിന്റെ ആള് കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? ജാക്കി ജാനെ കേട്ടിട്ടുണ്ടാവൂല. അപ്പൊ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രദ്ധിക്കോ, അയാൾ പറഞ്ഞൊരു കാര്യം, US-ഉം ചൈനയായിട്ട് കമ്പയർ ചെയ്യുന്ന സംസാരം. അയാൾ ഈ എലോൺ മസ്ക് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞൊരു കാര്യം അയാൾ പറഞ്ഞത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തോന്നി. അതായത് ചൈനയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ചൈനയിലെ ആളുകളെ സംബന്ധിച്ച്, അവർക്കൊരു ക്രൈസിസ്, ഒരു സാമ്പത്തിക മാന്ദ്യം ലോകം ഒട്ടാകെ വന്നാലും അവർക്കൊന്നും പേടിക്കില്ല എന്ന് പറയുന്നത് ജാക്മ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവര് ലിമിറ്റഡ് ആയിട്ട് ജീവിക്കണ കാരണം സേവിങ്സിന് പ്രാധാന്യം കൊടുത്തിട്ട് ജീവിക്കണേ. ആര്? ചൈനയിലുള്ള ആൾക്കാർ കൂടുതൽ എന്തിനു പ്രാധാന്യം കൊടുക്കും? സേവിങ്സിന് പ്രാധാന്യം കൊടുക്കും. അതായത് കിട്ടിയ കാശ് മുഴുവൻ ലക്ഷ്യമായിട്ട് അടിച്ചു പൊളിക്കാണ്ട് കൺസ്യൂമർ ഗുഡ് കണ്ടമാനം ഉപയോഗിക്കാതെ, സത്യത്തില് പല ഗുഡുകളും നമ്മൾ വാങ്ങണത് ശരിക്കും എങ്ങനെയാ? നമുക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. മനസ്സിലായ? പല ഗുഡുകൾ ഗുഡ് എന്ന് വെച്ചാൽ മനസ്സിലായി, പല സാധനങ്ങളും നമ്മൾ വാങ്ങണത് സത്യത്തിൽ നമുക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. എങ്ങനെയാ? അവർക്ക് വിൽക്കാനുള്ള സാധനം നമ്മുടെ തലയിൽ എന്ത് ചെയ്യാണ്? കെട്ടിവെക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളതിൽ എന്ത് ചെയ്യും? വീഴുന്ന മാത്രം. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ പറഞ്ഞാണ്, എന്നാലും പറയണേ ഈ ഇതേ ഉദാഹരണം. നമ്മൾ ഒരു നടന്നു പോകണം, അവ പറയണേ ചെരുപ്പ് 1000 രൂപയുടെ ചെരുപ്പ് 300 രൂപയ്ക്ക് കൊടുക്കുമോ? പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് വരും. നമ്മൾ ചെരുപ്പ് മേടിക്കാനുള്ള ഉദ്ദേശം നമുക്ക് എന്താണ്? ഉണ്ടാവില്ല. അവരുടെ ഒരു ബോർഡ് കാണുമ്പോ എന്താ? അത് 250 രൂപയുടെ ചെരുപ്പായിരിക്കും. നമ്മൾ ആ സാധനം കിട്ടിയും വണ്ടി എടുത്തിരിക്കും, കടയിലേക്ക്. ഇതാണ് മാർക്കറ്റിംഗിന്റെ ഒരു പ്രശ്നം. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ഇന്ന കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. എന്താ വെച്ച് കഴിഞ്ഞാല് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരാള് പറയണതാ. അതിന് ACC എന്ന് പറഞ്ഞ കോഴ്സ് കേട്ടിട്ടാ? ACC അതുപോലെ ഇതൊക്കെ കൂടെ ലക്ഷ്യ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നത്. ലക്ഷ്യം മാത്രമല്ല, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ട് എല്ലാവരും പഠിക്കുന്ന അതിന്റെ പിന്നാലെ. ഇതില് ഇതിന്റെ ഒരു രസം ACCയില് കഴിഞ്ഞൊരു വർഷം, ശ്രദ്ധിക്കൂ, കഴിഞ്ഞൊരു വർഷം ഏകദേശം 1.15 അതിൽ കണക്കാണ്, വെബ്സൈറ്റില് കണക്കാണ്, 1,15,000 കുട്ടികൾ എന്ത് ചെയ്തു? ഈ പരീക്ഷ എഴുതിയിട്ടാ. ഈ മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. 1,15,000 എന്ത് ചെയ്തു? 15,000 അല്ല, കുട്ടികൾ എന്താണ് ഈ പരീക്ഷ? അതിലെ അറൗണ്ട് എത്ര പേരെ പാസ്സായിട്ടുണ്ടോ? 4,500 കുട്ടികളെ പാസ്സായിട്ടുണ്ട്. സമയമായി ഇരുന്നോട്ടെ, വേറെ ഭാഷ പറയുന്നില്ല. സമയമായോ? അതിൽ 5 കൂടി ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒറ്റ സമയം വരുന്നുണ്ടോ? പഠിച്ചു വരുന്നുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞു? 1,15,000. അതിന് എത്ര കുട്ടികളെ പാസ്സായിട്ടുള്ളോ? 4,500 കുട്ടികളെ പാസ്സായിട്ടുള്ളൂ. 4,500 കുട്ടികൾ. അപ്പൊ ഇതിന്റെ ഒരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കംപ്ലീറ്റ് എന്താ മോഹൻലാലും എന്ന് പറയും, കുറച്ച് മമ്മൂട്ടി എന്ന് പറയും,
ആക്ച്വലി എന്താ ഈ 1,15,000 കുട്ടികൾ ഈ പരീക്ഷ എഴുതാൻ പോയി. ഈ പഠിച്ച കുട്ടികളുടെ 1,15,000 ആയിരിക്കും? അല്ല, പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇതിലും എന്തായിരിക്കും? അധികമായിരിക്കും. ഗതിയിൽ കണ്ട് പരീക്ഷയ്ക്ക് പോവാത്തവരെ കൂട്ടണമായിരിക്കും. മനസ്സിലായോ? പറഞ്ഞു പരീക്ഷയ്ക്ക് പോയവരവസ്ഥയാണ് ഈ പറഞ്ഞത്. ഇനിയിപ്പോ കയറിയിട്ട് പറ്റാണ്ട് പരീക്ഷയ്ക്ക് പോവാണ്ട് ഇറങ്ങി ഓടിയ ആൾക്കാരുണ്ടാവും. അത് ഇതിലധികം ഉണ്ടാവുന്നതാണ് മാഷിന്റെ ഒരു കണക്കാണ്. മനസ്സിലാവുണ്ടോ പറയുന്നത്? പിന്നെ എന്തുകൊണ്ട് ഇത്രയധികം ആൾക്കാരും ഇത്രയധികം ബിസിനസ്സുമായി വളർന്ന് ആലോചിച്ച് ഈ കോഴ്സിന് ഇത്രയും പെർസെന്റേജ് വിളിച്ചു. ചുരുക്കി പറഞ്ഞ പോണവരാരും ഉണ്ടാവില്ല, പാസ്സാവില്ല. പിന്നെ എങ്ങനെയാ അത്ര ബിസിനസ് തന്നെ അവിടെ? പ്യുവർ എന്താണ്? മാർക്കറ്റിംഗ്. പ്യുവർ മാർക്കറ്റിംഗ്. അതായത് ഇപ്പൊ ഈ ഒരു ബോഡി ഇരിക്കേണ്ടി വരെ ഇന്ന് കാലത്ത് കണ്ടപ്പോ ഇങ്ങനെ പിന്നീട് 21 വയസ്സിൽ ലൈഫ് സെറ്റ്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ആ ക്യാപ്ഷൻ കാണുമ്പോൾ അതുപോലെ സക്സസ് സ്റ്റോറീസ് ശ്രദ്ധിക്കുക. അതുപോലെ സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ നമുക്ക് ഒടുക്കലത്തെ എന്ത് വരും? മോട്ടിവേഷൻ വരും. നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ് ഇത് അന്വേഷിക്കാൻ. നമ്മൾ അങ്ങോട്ട് അന്വേഷിക്കാൻ ചെയ്യാൻ പഠിക്കുന്നില്ല, ഒന്നും അറിയാതെ കൊട്ടായിരിക്കും. മനസ്സിലായി? അതായത് ഈ സബ്ജക്റ്റ് ആയിട്ട് ബന്ധമില്ലാത്തതായിരിക്കും. പൊട്ടെന്ന് പറയാൻ പാടില്ല, ഡെറിവേറ്ററിയാണ്, ഇൻവിച്ചൂട്ട എന്തായിക്കോട്ടെ. അപ്പോ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണെന്ന് കരുതുക. ഇത് എന്താ ചെയ്യാന്നറിയോ? നമ്മള് അവിടെ ചെല്ലുമ്പോ ഒരാവശ്യമില്ലാത്ത എന്ത് കൊടുക്കും? ഒരാവശ്യമില്ലാത്ത മോട്ടിവേഷൻ കൊടുക്കും. ഇത് പറ്റും, നമ്മളെ പറ്റും. ഇത് എന്നിട്ടേ പറയും 10ൽ എന്താ 2 A+ ഉള്ള ആളെന്താ പാസ്സായിട്ടുണ്ടോ? പിന്നെ നിനക്ക് എന്താ പാസ്സാവാത്ത? ഫീസ് എന്ന് പറയുന്നത് വലിയ ഭീമമായിട്ടുള്ള എന്തുണ്ടാവും? ഫീസ് ഉണ്ടാവും. ലക്ഷ്യം നല്ലൊരു ഉദാഹരണമാണ് മാർക്കറ്റിംഗ്. ഇപ്പൊ പുതിയ പിള്ളേർക്ക് വേണം. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കാനുള്ള സാധനം അല്ലെങ്കിൽ നമുക്ക് വാങ്ങാനുള്ള സാധനം സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണതല്ല, നമ്മൾ വാങ്ങണതല്ല. ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് നീറ്റിന് പോകാൻ ഇഷ്ടം പോലെ ആൾക്കാർ, നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ചാൽ മതി. ഞാൻ ഈ പോണേ എന്താണെന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് വേണ്ടിയാണോ പോണെന്ന് ആലോചിച്ചാൽ മതി. അത് എന്റെ ഉള്ളിൽ എനിക്ക് സ്വന്തമായിട്ട് പോവാൻ തോന്നിയിട്ട് വന്നാണോ, അത് വേറെ പുറത്തത്തെ പ്രഷർ കൊണ്ട് വന്നാണെന്ന് ആലോചിച്ചാൽ മതി. വേറെ ഒന്നും ആലോചിക്കണ്ട. നീറ്റിന്റെ ഗെയിമിന്റെ അവസ്ഥ തന്നെയാണ് കേട്ടോ. നീറ്റിന്റെ ഗെയിമിന്റെ അവസ്ഥ തന്നെയാ. ഞാൻ അതുകൊണ്ടാ ഞാൻ ഒന്ന് വന്നപ്പോ ചോദിച്ചില്ലേ മറ്റേ ക്രിക്കറ്റ് കളിക്കാരന്റെ കേസ് ചോദിച്ചത്. 14 വയസ്സില് എന്തോ സെഞ്ചുറി കളിച്ചു. ഞാൻ പറഞ്ഞത് നമ്മുടെ അവിടുത്തെ ആളുകൾ +1 സയൻസ് എടുത്ത് വരുന്ന ആളുകളാന്ന് കരുതുക. +1 സയൻസ് എടുത്ത് വരുമ്പോ എല്ലാവരും നീറ്റിന്റെ പുറകിലേക്കോ കീമിന്റെ പുറകിലേക്കോ ഒക്കെ പോണെങ്കിൽ IIT ഒക്കെ പോകുന്നുണ്ട്. ചില ആൾക്കാർ JEE ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. JEE-യുടെ ട്രെയിനിങ് പോകുന്നുണ്ട്. ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്ത് വാസ്തവം. പിന്നെ ഇത് എന്താ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ലൈനിലേക്ക് ഈ സാധനം ഇങ്ങനെ എന്ത് ചെയ്യണം? നിർത്തണം. ഇതല്ലെങ്കിൽ ലോകം അവസാനിച്ചു എന്നുള്ള മോട്ടിൽ നിർത്തുക. അപ്പൊ പിന്നെ തിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവർക്കും സംഭവിക്കണം എന്താ അറിയോ? സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അതുണ്ടാവും. ഞാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത ഈ പ്രശ്നക്കാരൊക്കെ കുറെ പേര് പറയുന്നുണ്ട് ക്രാഷിന് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഗുണമില്ല, അവരെണ്ണത്തിന് കിട്ടാൻ പോലില്ല. ഞാൻ അങ്ങനെ ശപിച്ച് പറയണല്ലാന്ന്. നമ്മൾ 2 കൊല്ലം പിള്ളേരെ പഠിപ്പിച്ച് നമുക്ക് അറിഞ്ഞൂടെ എന്ത് കാണിക്കുന്നുള്ളത്? ശ്രദ്ധിക്കൂ. അതായത് ഞാനും ശാപമായിട്ട് പറയണതോ അല്ലെങ്കിൽ അങ്ങനെ പ്രാവണമൊന്നുമല്ല. നമുക്കറിയാം നമ്മൾ എന്ത് കാണിക്കാൻ പോണെന്നുള്ളത് നമുക്കറിയാം. ഇത് നിങ്ങൾ കാണിക്കുള്ളൂ എന്ന് ഉറപ്പാ. അത് കുട്ടികളുടെ പ്രശ്നമാണോ? കുട്ടികളുടെ പ്രശ്നമായിട്ടല്ല, അവര് മടിയന്മാരായതുകൊണ്ടാണെന്നാണോ പറയുന്നത്? പറയാൻ മനസ്സിലാവില്ല. എന്നിട്ട് ആ കുട്ടികൾ മോശമായിരുന്നോ അല്ലെങ്കിൽ കിട്ടില്ല എന്ന് മാഷ് പറയണതിന്റെ കാരണം എന്താ? അവര് ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്ര എഫേർട്ട് ഇട്ട് ചെയ്താലും അവർക്ക് എത്താൻ പറ്റുന്ന ഒരു എന്തുണ്ട്, ലെവൽ ഉണ്ട്. ആ മേഖലയിൽ അവർക്ക് വേറെ കുറെ എന്തുണ്ടാവും, നല്ല കഴിവുകളുണ്ടാവും. അതിലവർക്ക് നല്ലോണം എന്ത് ചെയ്യാം, കയറി പോവാം. ഇതെല്ലാവരും പോണതിന്റെ പിന്നാലെ പോയിട്ട് എന്താ അവസാനം കുടുങ്ങും അല്ലേ? ഒന്നും നടപടിയാവില്ല, കാശ് വെറുതെ പോവാന്നുള്ളൂ. ഇപ്പൊ മാഷ് പറഞ്ഞ ഫിനാൻസിന്റെ കേസിലായാലും ഇതിന്റെ കേസിലായാലും ഒക്കെ നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോഴേ സാധനം വാങ്ങാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക, പോവാ. അപ്പൊ നമ്മളൊരു പച്ചക്കറി കടയിലേക്ക് പോവാ. അപ്പൊ നമുക്ക് എന്ത് വേണം, ഒരു സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ 2-3 ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കല്യാണം പോയി. ഭയങ്കര രസമാണ്. അപ്പൊ ചവിടിക്കാൻ പോയാൽ ആ കല്യാണം കയറുന്നു പറയും, എനിക്ക് 1-2 സാധനം വേണം. അപ്പൊ അമ്മ വിളിച്ച് പറയും ആരെങ്കിലും പഞ്ചസാര അതെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ എപ്പോഴും ഫോണിൽ നോക്കുമ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാലും പറയും തിരിച്ചു വരുമ്പോ കല്യാണം ഒന്ന് കയറുന്നുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ള 2 ആൾക്കാർക്ക് എന്താ സാധനം മേടിക്കാനുള്ള ഒരു ഉദ്ദേശം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ വണ്ടി അങ്ങോട്ട് കയറും, കല്യാണത്തിൽ കയറും. ഞാൻ കയറിയിട്ട് എന്ത് ചെയ്യും, കുറച്ച് പഞ്ചസാര എടുക്കും, കുറച്ച് പച്ചക്കറി എന്തെങ്കിലും എടുക്കണമെങ്കിൽ നമ്മള് സ്ട്രിക്റ്റ് ആണ് ആ വിഷയത്തിൽ. ഞാൻ ഇതൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എന്താ ഒരു പ്രാവശ്യം ഉണ്ടായതാണ്, 2 പേര് 2000-3000 ബില്ലില് സാധനം എടുത്തിട്ടുണ്ടോ, കുറെ ബിസ്ക്കറ്റ് അതൊക്കെ ഇട്ടിട്ട് ഞാൻ ചീത്ത പറഞ്ഞു തരാം.
താനതിന് ബിസ്ക്കറ്റ് ഒക്കെ വെച്ച് ഓഫറാണ് അധികം കുറച്ചെടുത്ത് ഞാൻ എന്നിട്ട് ആളുടെ പെട്ടിന്ന് പറഞ്ഞിട്ട് എന്താണ് താൻ അവിടെ കൊണ്ടുവച്ചു. കാരണം ആ സാധനം മേടിക്കാനുള്ള എന്താണ് ഉദ്ദേശം ഇല്ല. ഓഫർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എടുക്കാം. അതിന്റെ ഒരു ഫിനാൻസ് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഓഫറിൽ ഒരു സാധനം മേടിക്കാൻ പോകണമെന്ന് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലെപ്പോഴും വെക്കണം കേട്ടോ. അത് എന്ത് സാധനം മേടിക്കാൻ പോകുന്നത് വെക്കണം. നമ്മളൊരു സാധനം മേടിക്കാൻ പോകണം. അപ്പൊ നമ്മള് വെറുതെ ചാവടിക്കാൻ മാളിലേക്കൊക്കെ പോകില്ലേ, പിള്ളേരൊക്കെ ആയിട്ട് പോകുമല്ലോ. അപ്പൊ ഒരു ഓഫർ എന്താ ഓൺലൈനിലൊക്കെ കാണുമ്പോ കാണും ഓഫർ ഇടുമ്പോ നിനക്ക് ലാഭം ഉണ്ടോ ആലോചിച്ച് നോക്കിയേ. ഓഫർ ആക്ച്വലി നിനക്ക് ലാഭമില്ല. എപ്പോഴും നിനക്ക് ലാഭം ഉണ്ടാവുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം ഓഫറിന് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ലാഭം ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഓഫറിന് കിട്ടി കഴിഞ്ഞാൽ ലാഭമാണോ അത്? പിന്നെ അത് എന്താന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ കൊല്ലം പഠിക്കുന്നുണ്ട് എന്താ ക്യാഷ് ഔട്ട്ഫ്ലോ. എന്താണ് ക്യാഷ്? ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പോക്കറ്റിൽ എത്ര രൂപ ഇരിക്കുന്നുണ്ട്? 1000 രൂപ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നടന്നു പോയി, ഓഫർ കണ്ടു, 1000 രൂപ ചിലപ്പോൾ 300 രൂപ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എത്ര രൂപ ലാഭം? ആരുടെ ചിലപ്പോൾ നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും, 1000 ചിലപ്പോൾ 300 കിട്ടുന്നു. അപ്പൊ എത്ര ലാഭം? 700 രൂപ ലാഭമാണോ? ലാഭമാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ എത്ര രൂപ ഇരിക്കുന്നുണ്ട്? 1000. നിങ്ങൾക്ക് ലാഭം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ 1000 എത്രയാവണം? 1700 ആവണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ക്യാഷ് ഇൻഫ്ലോ ഉള്ള ലാഭം വരിക. മനസ്സിലാവണ്ട? പിടികിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാശ് കൂടുതലാണ് ലാഭം എന്ന് പറയുക. മറ്റേതെന്താ നിങ്ങൾ 1000 രൂപ ചിലപ്പോൾ 300 രൂപ മേടിച്ചു എന്ന് കരുതുക. അത് അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയോ? അവിടെ 700 രൂപ ലാഭമല്ല, പകരം എന്താ? ശ്രദ്ധിക്കോ, 700 രൂപ ലാഭമല്ല, പകരം എന്താ? 300 രൂപ ചിലവാ. 300 രൂപ എന്താ? ചിലവാ. മനസ്സിലാവണ്ട പറയണം? 300 രൂപ എന്താ? എക്സ്പെൻസ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക. ഈ കോളോംസിലൊന്നും പഠിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ഫിനാൻസ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ, കറക്റ്റ് കാശ് കൈകാര്യം ചെയ്യാൻ എപ്പോഴും പഠിക്കണം. ഇപ്പൊ സ്കൂളിൽ വരുന്നത് ഈ പുതിയ ചെറിയ ക്ലാസ്സുകളിൽ ഫിനാൻസ് എന്താണ്, ഫിനാൻസും കോഡിങ്ങും ഒക്കെ ഉൾപ്പെടുത്തുന്നത് പറഞ്ഞിട്ട് പുതിയ എഡ്യൂക്കേഷൻ ബില്ലിലൊക്കെ എന്താ നയമങ്ങൾ കൊണ്ടുവരുന്നത് പറയാം. അതൊക്കെ എപ്പോഴും എന്ത് ചെയ്യാം, മൈൻഡ് വെച്ചോളം പറയാം. ശ്രദ്ധിക്കുക. പറഞ്ഞു എപ്സിലോൺ ആർ എന്താ? ഫോഴ്സ് ഇൻ എയർ ടു ഫോഴ്സ് ഇൻ മീഡിയം. കുഴപ്പമില്ലല്ലോ. ഈ കൂളോംസ് ലോ ഒക്കെ ഇതൊക്കെ നമ്മളിപ്പോ ഓർക്കുണ്ടാവും. ഇപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ വെച്ചിട്ട് നിന്റെ അങ്ങോട്ട് അപ്പനമ്മയ്ക്ക് ജീവിക്കണ്ട ഇല്ലല്ലോ. ഇത്രയുള്ള യുക്തി. ശ്രദ്ധിക്കുക. തിരിച്ചു വരിക. അപ്പൊ എഫ് ഇൻ മീഡിയം. ആ ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞേ. അപ്പൊ എന്തുണ്ടാവുക? എയർ മീഡിയം റീപ്ലേസ്ഡ് ബൈ വാട്ടർ. വാട്ട് ഡു യു എക്സ്പെക്ട് ഇൻ ഫോഴ്സ് ആൻഡ് ബൈ? കൂടുകയോ കുറയോ? എയർ മീഡിയം ആയിരുന്നു, അത് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു. അപ്പൊ ഫോഴ്സിന് എന്താ സംഭവിക്കുക? കുറയോ കൂടുവോ? കുറയുന്നുള്ളൊരു കേക്ക് പൊന്തിച്ചേ. ശ്രേയുണ്ട് ഉറക്കെ പൊന്തിച്ചോ, കുഴപ്പമില്ല. കൂടുന്നുള്ളൊരു കേക്ക് പൊന്തിച്ചേ. രാഷ്ട്രീയവാദം അല്ലേ? വെറുതെ നാട് തന്നാ മാത്രം ഒരു അഭിപ്രായം പറയാനുള്ളത്. ഞങ്ങൾ അതിരിക്കും വലിയ നിങ്ങൾ എന്തിനും കണ്ടു ഒന്ന് ആലോചിച്ച് പറയണ. ഇത്ര കഴിഞ്ഞ കൊല്ലം ഇത്രയും ഫിസിക്സ് പഠിച്ചല്ലേ? അപ്പൊ നോക്കിയിട്ട് പറഞ്ഞേ ഇക്വേഷൻ അവിടെ ഉണ്ടല്ലോ. ചെക്ക് ചെയ്യാൻ സമയം വേണോ? ചെക്ക് ചെയ്തോ, കുഴപ്പമില്ല. എത്ര വേണേ പരിശോധിക്കാം, സമയം പോകട്ടെ, കുഴപ്പമില്ല. എയർ ഈസ് റീപ്ലേസ്ഡ് ബൈ വാട്ടർ. എയറിന് പകരം എന്ത് വെച്ചു? വാട്ടർ വെച്ചു. അപ്പൊ ഫോഴ്സിന് എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ പോലെ ഇക്വേഷൻസ് അനലൈസ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചല്ലേ? പിന്നെന്താ കയറിയിരുന്നു പഠിക്കും. പഠിച്ചു വരണോ? നാളെ പഠിച്ചു വരണോ? ട്രൈ ചെയ്യേ. ഇക്വേഷൻസ് അനലൈസ് ചെയ്യാൻ നോക്ക്. പക്ഷെ പഠിപ്പിച്ച് ഇത് കൂടുമ്പോ മറ്റേത് അടിയിലാണെങ്കിൽ ഇത് കൂടുമ്പോ മറ്റേത് ഇൻവേഴ്സ്ലി ആണ്. ഡയറക്ട്ലി ആണെങ്കിൽ ഇത് കൂടുമ്പോ മറ്റേത് കൂടും. ആ ഒരു കൺസെപ്റ്റ് അത് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് ഇക്വേഷൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പഠിക്കാൻ നല്ല കാര്യമുണ്ടോ നോക്കാം. കിട്ടിയാ നമ്മളെ കുത്തി നോട്ടം നീ തിരിച്ചും കൊടുത്തോ, നീ കുഴപ്പമില്ല. എന്തായി കിട്ടിയാ? കിട്ടി. ഇക്വേഷൻ നോക്കിട്ട് പറഞ്ഞോളൂ. സിമ്പിൾ ആയിട്ടുള്ള അല്ല നിങ്ങൾ പറയാ. അത് എന്നാലും നിങ്ങൾക്ക് ഡെവലപ്മെന്റിനുള്ള ഞാൻ തന്നെ പറഞ്ഞിട്ട് കുറയണം കൂടാണോ? കുറയും. എന്താ കുറയാ? അതെങ്ങനെയാ അറിയാത്തൊരു നോക്കണ്ട. നമ്മള് എവിടെ നിന്ന് എങ്ങോട്ടാ മാറ്റിയേ? ഇനി ഇവിടെ ശ്രദ്ധിക്കും. ഇനി ഡിസ്കഷൻ വേണ്ട. എയറിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? മീഡിയത്തിൽ മാറ്റി. ഇവിടെ ശ്രദ്ധിക്കോ. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് കാണേണ്ടത് ഇപ്പൊ എവിടത്തെ ഫോഴ്സാ? മീഡിയത്തിലത്തെ ഫോഴ്സിന് എന്ത് സംഭവിക്കുന്നതാണ് നമുക്ക് അറിയുന്നത് അല്ലെ? അപ്പൊ
എല്ലാവരും നോട്ട് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ചോദ്യം മാത്രമല്ല, ഇക്വേഷൻസിന് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ആപ്സിലോൺ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, താഴേക്ക് കൊണ്ടുവരിക, എഫ് മീഡിയം ഇങ്ങോട്ട് കൊണ്ടുപോവാ, അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ എന്താ വരിക? എഫ് മീഡിയം ഈക്വൽ ടു പറഞ്ഞേ എഫ് എയർ ബൈ പറയേ എഫ് എയർ ബൈ. ഈ ഇക്വേഷൻ കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? എഫ് എയർ ബൈ എപ്സിലോൺ ആർ അല്ലേ? അപ്പോ എഫ് എയറിനേക്കാളും കുറവായിരിക്കും കൂടുതലായിരിക്കും എഫ് മീഡിയം? കുറവ്. കാരണം എന്താ? എഫ് എയറിനെ നമ്മൾ ഏതൊരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കാണ് അല്ലെ? സിമ്പിൾ ആണ്. എഫ് എയറിനെ ഏതൊരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് എന്ത്? എഫ് മീഡിയം. അപ്പൊ എന്തായാലും ഒരു കേക്കാണ് എഫ് എയർ എന്ന് കരുതുക, അതിന് വേറൊരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു, രണ്ടോണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്തായാലും ഒരു കേക്കിനേക്കാളും വലിയ ഉത്തരം ഇവിടെ കിട്ടില്ലല്ലോ, അര കേക്കല്ലേ കിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? എഫ് എയറിനെ എപ്സിലോൺ ആറോട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? എഫ് മീഡിയം ഈസ് എത്ര ടൈംസ് കുറയും? അങ്ങനെ പറയും. ലെസ് ദാൻ ആണ്, തെറ്റൊന്നുമല്ല. എത്ര ടൈംസ് ആണ്? ഞാനിവിടെ 2 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയാവില്ലേ ഫോഴ്സ്? 3 അവിടെ ഇടന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിലൊന്നായിട്ട് കുറയും അല്ലെ? അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? പറയൂ. എഫ് മീഡിയം ഈസ് എപ്സിലോൺ ആർ ടൈംസ് ലെസ് ദാൻ സോറി എഫ്. സിമ്പിൾ ആണ്. അത് മാഷ് ഇത് പഠിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തിനല്ല കേട്ടോ. പുതിയത് വന്ന ആൾക്കാരുടെ പ്രത്യേകം പറയാം. കഴിഞ്ഞ ഒരാൾ പറഞ്ഞ് നോക്കിയിട്ടുണ്ട് നമ്മൾ അല്ലെ, ഇക്വേഷൻസ് അനലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും ആ ഇക്വേഷൻ വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ആ ഇക്വേഷൻ വേണം എത്താൻ, ഉത്തരത്തിലേക്ക് എത്താൻ. ഇതന്നെ വേറൊരു രീതിയിലും കൂടെ പറയാം, ശ്രദ്ധിക്കൂ. അതായത് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ എങ്ങനെ വെച്ചാൽ, അതായത് വാട്ടറിന്റെ ആലോചിച്ച് പറയണം, തെറ്റിക്കരുത്. വാട്ടറിന്റെ എപ്സിലോൺ ആറ് 4, വാട്ടറിന്റെ ആലോചിച്ച് പറഞ്ഞോളൂ, തിരക്കൂട്ടായിരിക്കും. ഗ്ലാസിന്റെ എപ്സിലോൺ ആറ് 8. ഗ്ലാസ്സിലായിരിക്കോ വാട്ടറിലായിരിക്കോ കൂടുതൽ ഫോഴ്സ്? ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ആലോചിച്ച് പറഞ്ഞാൽ ഒട്ടും തിരക്കൂട്ടണ്ട, ആലോചിച്ച് പറഞ്ഞാൽ. ഗ്ലാസിന്റെ എപ്സിലോൺ ആറ് എത്രയാ? 4 അല്ല 8. വാട്ടറിന്റെ എത്രയാ? 4. എവിടെയായിരിക്കും ഫോഴ്സ് കൂടുതൽ? ആലോചിച്ച് പറഞ്ഞാൽ മതി, ആലോചിച്ച് പറഞ്ഞാൽ മതി. പറയോ? ഡിസ്കസ് ചെയ്ത് പറഞ്ഞോ? ഡിസ്കസ് ചെയ്തോ? പരസ്പരം ഒന്ന് സംസാരിച്ചോ? ഇതിൽ ഐഡിയ ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക്. അത് നിങ്ങൾ ട്രൈ ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. സബ്ജക്ട് മാത്രം മാഷ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. എവിടെയാ ഏതെങ്കിലും ഉത്തരം എല്ലാവരും പറയാം കേട്ടോ. ഇതെല്ലാം ക്ലാസ് പറയാ, അല്ലെങ്കിൽ വാട്ടർ പറയാം. ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ ഉത്തരം പറയാം കേട്ടോ. ഉത്തരായോ? ചോദിക്കാം മാഷ്. വാട്ടർ കാര്യം ചോദിച്ചേ. ഇത്തിരി കൂടുതലാന്ന് കണ്ടപ്പോ ചില ആൾക്കാർ അങ്ങനെ ഒന്നിക്കിരിക്കോട്ടാ. വാട്ടറാണ്. ഗ്ലാസ് എന്നുള്ള രീതി വന്നിച്ച് കുറച്ച് പേർക്ക്. ഓക്കെ, നോക്കാം. വാട്ടറിന്റെ ഇത് കാണാൻ എന്താ ചെയ്യണ്ടേ? ബോർഡിൽ ശ്രദ്ധിക്കേ. എഫ് വാട്ടർ അല്ലേ കാണണ്ടേ? ആണോ? എഫ് വാട്ടർ കാണാൻ എന്താ ചെയ്യണ്ടേ? എഫ് എയർ ബൈ മ്യൂആർ. അവിടെ മ്യൂആർ എത്രയാ? 4. ആണോടാ? ആ, പിന്നെ എഫ് ഗ്ലാസ് കാണണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? എഫ് എയർ ബൈ മ്യൂആർ. മ്യൂആർ എത്രയാ? ഒരു കേക്കിനെ 4 ആയിട്ട് ഭാഗിച്ചു, ഒരു കേക്കിനെ 8 ആയിട്ട് ഭാഗിച്ചു. ഏതാ വലുത്? ഒരു കേക്കിനെ എത്രയായിട്ട് ഭാഗിക്കണം? ഇതല്ലേ ഇപ്പൊ വലിയ വാല്യൂ. അപ്പൊ എവിടെയാ ഫോഴ്സ് കൂടുതൽ? വാട്ടർ. ഏതില് കുറവായിരിക്കും? ഗ്ലാസ്സില് കുറവായിരിക്കും. ഐഡിയ മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? എപ്സിലോൺ ആറിന്റെ ഇത് ഇക്വേഷൻ അനലൈസ് ചെയ്യാം. എപ്സിലോൺ ആറിന്റെ വാല്യൂ കൂടിയാൽ പറഞ്ഞില്ലേ പിന്നെ എഫ് മീഡിയം എന്ത് ചെയ്യും? കുറയും. അതാണ് നേരത്തെ പറഞ്ഞത്, ആ കമ്പാരിസൺ അല്ലേ? ഈ ഇക്വേഷൻ മതി, വേറെ ഇങ്ങനെ എഴുതി നോക്കണോ? വേണ്ട. എപ്സിലോൺ ആറ് കൂടിയാൽ എഫ് എന്ത് ചെയ്യും? കുറയും. ആരുടെ എപ്സിലോൺ ആറാ കൂടുതൽ? ഗ്ലാസിന്റെ. അപ്പൊ എപ്സിലോൺ ആറ് കൂടിയാൽ എഫ് അവിടെ കുറയും. അപ്പൊ ഇത് ഒരു ചോദ്യമോ 2 ചോദ്യത്തിനു വേണ്ടി പറയുന്നല്ല. ഏത് ഇക്വേഷൻസ് ഏത് പാടത്തു നിന്ന് വന്നാലും ഇതുപോലെ എന്ത് ചെയ്യണം? നമ്മള് ആൻസർ ചെയ്യാൻ പറ്റണം. പരീക്ഷയ്ക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നമുക്കത് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അല്ലാതെ ബൈഹാർട്ട് ചെയ്യാളത് മാത്രം ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് എന്താ കാര്യം? പിടികിട്ടണ്ട. ഐഡിയ മനസ്സിലായ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത എഴുതാം. അല്ല, അപ്പൊ ഇതിനൊരു ഉത്തരാക്കി കൊടുക്കുക. ഒരു ചോദ്യം എഴുതിയിട്ടില്ലേ നമ്മള്? അതിന്റെ ഉത്തരാക്കിട്ട് എഴുത്. എന്താ അവിടെ സംഭവിക്കുക? ഫോഴ്സ് ഡിക്രീസസ് ബൈ എത്ര ടൈംസാ? എപ്സിലോൺ ആർ ടൈംസ്. അപ്പൊ കൃത്യമായിട്ട് എഴുതുക. ഫോഴ്സ് ഡിക്രീസസ് ബൈ എപ്സിലോൺ ആർ ടൈംസ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചോളൂ. എഫ് മീഡിയം ഈക്വൽ ടു എഫ് എയർ ബൈ എപ്സിലോൺ ആർ. ഇക്വേഷൻ എഴുതി വെച്ചോ കേട്ടോ. എഫ് മീഡിയം
ഈക്വൽ ടു, അത് നമ്മൾ മുന്നേ എഴുതിയതാണ്, എന്നാലും ഒന്നുകൂടെ എടുത്തെഴുതാം, FAR/ε. ആ ഇക്വേഷനിൽ ഒരു കാര്യം ചെയ്യണം. ആ ഇക്വേഷനിൽ ε(r)ന്റെ ഒരു ഏര മുകളിലേക്ക് ഇടുക. ഇവിടെ ശ്രദ്ധിക്കുക, പുറകിൽ ശ്രദ്ധിക്കുക, ശ്രദ്ധ പോകണം. ε(r)ന്റെ ഏര എങ്ങനെ ഇടുക? മുകളിലേക്ക് ഇടുക. F മീഡിയത്തിന്റെ ഏരോയോ? അതെന്തുകൊണ്ട് ഏരോസ് ഇടണം നമ്മൾ ഉദ്ദേശിക്കണേ? ε(r) കൂടുമ്പോ മീഡിയത്തിലെ ഫോഴ്സ് കുറയും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തു. നേരത്തെ പോണോ? പറഞ്ഞെന്താ എന്ത് സിനിമയ്ക്ക് പോണത്? എവിടെ സിനിമ? രാംദാസ്. ഏതാ സിനിമ? ഏതാ? സൂര്യയുടെ പടാ? പൊളിയോടാ. എനിക്ക് തോന്നുന്നു ശരിക്കും ഇഷ്ടമായില്ലേ? സൂര്യ ഫാനാണ് ചോദിച്ചേ അല്ലേ? അല്ല വിജയ് ഫാനാ? കുട്ടി ഫാനിലിയാ? പടം കണ്ടാരെങ്കിലും? കണ്ടവരുണ്ട്. മോഹൻലാലിന്റെ പടം ഇടയിലായിട്ട് വന്നിട്ടെന്ന് പറയണ്ടല്ലോ സോഷ്യൽ മീഡിയയില്. തൊണ്ടായിരത്ത് പറഞ്ഞിട്ട് കണ്ടവരുണ്ടോ? എത്ര പേര് കണ്ടു? നല്ല പടാ? നല്ല പടാ? അത്ര തോന്നിയില്ല? അവിടെയാ അല്ലേരിക്ക? നല്ല പടാ? ശ്രമിക്കുന്നു പോയില്ലേ? എന്താണ് നീന്തലൊക്കെ? കാല് പൊളിച്ചതാ? നീന്തൽ പഠിച്ചിട്ട് നോക്കിയിട്ട് നീന്തോട്ടാ. അടിയിൽ ഈ ചട്ടിയൊക്കെ ഉണ്ടെങ്കിലേ വൃത്തിയാക്കിട്ടാ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിലേക്കോ. നീന്തൽ പഠിച്ച ആരെങ്കിലും വെക്കേഷനില് ആരൊക്കെ പഠിച്ചോ? ഒരാൾ പഠിക്കാൻ പോണോ? നീന്തൽ പഠിച്ചോട്ടാ, നല്ല സമയമാണ്. ആ ഏതാ സെറ്റ് ചെയ്താ? വെറുതെ വിളിച്ചിട്ടൊന്നുമില്ല പറഞ്ഞോ? അപ്പൊ സെറ്റ് ചെയ്താ? ടൂർ എടുത്തോല്ലോ ലാസ്റ്റ് കൊല്ലത്തിന്റെ അവസാനം. മറ്റേ പ്ലസ് വരെ പോവാണ്ട് പിന്നെ പോയില്ല. ഹെഡിങ് കൊടുക്കുക 1 കൂളോം. ഹെഡിങ് കൊടുക്കുക 1 കൂളോം. ശ്രദ്ധിക്കുക മക്കളെ, 1 കൂളോം. ആദ്യം തൊട്ട് താഴെ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിയാലും മതി. SI സംസാരില്ല, ശ്രദ്ധിക്കുക. SI യൂണിറ്റ് ഓഫ് ചാർജ്. SI യൂണിറ്റ് ഓഫ് ചാർജ് എന്താ? കൂളോംബ് ആണ്. അത് ആദ്യം മാർക്ക് ചെയ്ത് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്ത് വെക്കുക. 1 കൂളോംബ് ഡിഫൈൻ ചെയ്യാനാണ് പോണേ. ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്ത് വെക്കുക. എന്താ? SI യൂണിറ്റ് ഓഫ് ചാർജ് ഈക്വൽ ടു 1 കൂളോംബ്. ഓക്കെ, 1 കൂളോംബ്. ഓക്കെ, ശ്രദ്ധിക്കുക എന്താണ് ഈ 1 കൂളോംബ്? അപ്പൊ 1 കൂളോംബ് എന്ന് പറഞ്ഞാൽ എത്ര ചാർജ് ഉണ്ടെന്നുള്ളതാണ്. ബോളിൽ ഒന്ന് ശ്രദ്ധിച്ച്. അതായത് ഇവിടെ 2 ചാർജസ് ഇരിക്കും. ബോളിൽ ശ്രദ്ധിക്കുക, ഇവിടെ 2 ചാർജസ് ഇരിക്കും. ഇത് എത്ര കൂളോംബ് വീതാണെന്ന് കരുതുക നിങ്ങള്? എത്ര കൂളോംബ് വീതാണെന്ന് കരുതുക? 1 കൂളോംബ് ആണെന്ന് കരുതുക. 1 കൂളോംബ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. 1 കൂളോംബ് ആണെന്ന് കരുതുക. ഇവര് തമ്മിലുള്ള ദൂരം എത്ര മീറ്റർ ആണെന്ന് കരുതുക? 1 മീറ്റർ ആണെന്ന് കരുതുക. നമ്മൾ ഇതുപോലെ ഒരു സാധനം കഴിഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ല? G ഡിഫൈൻ ചെയ്ത് ഓർമ്മയില്ല? G ഡിഫൈൻ ചെയ്ത് M1 M2 എത്രയാ? നമ്മളത് കണക്ട് ചെയ്യാൻ മറന്നുപോയി. കൂളോംസ് ലോന്റെ വേറൊരു ഫോർമേഷൻ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്. F ഈക്വൽ ടു G M1 M2 ബൈ R². അതുപോലെ തന്നെയാണ് ഇത് വരുന്നത് അല്ലേ? ഇൻവേഴ്സ് സ്ക്വയർ റിലേഷൻഷിപ്പ് അല്ലേ വരുന്നത്? സ്ക്വയറിലാണോ? സ്ക്വയർ ഉണ്ടല്ലോ, രണ്ടിലും ഇല്ലേ സ്ക്വയർ? ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത പോലെ അവർ തമ്മിലുള്ള ദൂരം എത്രയാ? 1 മീറ്റർ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ F എന്താ വരിക നോക്കാം. F ഈക്വൽ ടു 1/4πε0. എയർ ആണെന്ന് കരുതുക കേട്ടോ. മീഡിയം ഏതാ? എയർ. 1/4πε0 എന്താ വരിക? 1/1. കാരണം എത്ര വീതാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? 1 ബൈ എത്രന്റെ സ്ക്വയർ? 1ന്റെ സ്ക്വയർ. കാരണം ഡിസ്റ്റൻസ് എത്രയാ? 1 മീറ്റർ ആണ്. അപ്പൊ F ഈക്വൽ ടു എത്രയാ വരിക? 1/4πε0. 1/4πε0ന്റെ വാല്യൂ എത്രയാണ്? 9 × 10⁹9 ന്യൂട്ടൺ. 9 × 10⁹9 ന്യൂട്ടൺ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കേ. അപ്പൊ 2 ചാർജസ് ഇതാണ്. 2 ചാർജസ് നമ്മൾ എത്ര മീറ്റർ അകലത്തിൽ വെക്കുന്നു? 1 മീറ്റർ അകലത്തിൽ വെക്കുന്നു, അല്ലെങ്കിൽ യൂണിറ്റ് ഡിസ്റ്റൻസ് അകലത്തിൽ വെക്കുന്നു. ഇൻ എയർ ഓർ വാക്വം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫോഴ്സ് 9 × 10⁹9 ന്യൂട്ടൺ ആണെങ്കിൽ
നമ്മൾ വെച്ച ചാർജുകൾ എത്ര കൂളോമ്പാ? എത്ര കൂളോമ്പാ? 1 കൂളോം. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. രണ്ട് ചാർജസ് നമ്മൾ 1 മീറ്റർ അകലത്തില് എയറിൽ നമ്മൾ വെക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്? 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ നമ്മൾ വെച്ച ചാർജ് എത്രയാ? 1 കൂളോം. പക്ഷെ പറയുന്നത് ശ്രദ്ധിക്കുന്നിട്ട് എഴുതാം. 1 കൂളോം ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ് എഴുതണ്ട കേട്ടോ, പഠിച്ചിട്ട് എഴുതാം. 1 കൂളോം ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? ദ ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ്. എന്താണെന്ന് പറഞ്ഞ് ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എന്താ എയർ ഓർ വാക്വം, ഫ്രീ സ്പേസ് ആയിക്കോട്ടെ, ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാ? 1 മീറ്റർ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 1 കൂളോം ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് എത്രയാണ്? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ വിത്ത് ആൻ ഈക്വൽ ആൻഡ് സിമിലർ ചാർജ്. വെക്കുന്ന രണ്ട് ചാർജും എന്താവണം? ഒരേപോലത്തെ ചാർജ് ആവണം. ഇവിടെ നിങ്ങൾ 1 കൂളോം 4 കൂളോം വെച്ചിട്ട് ഫോഴ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ ശരിയാവും? ഇല്ല. അപ്പൊ ആ വാക്കെന്താ? വിത്ത് ഈക്വൽ ആൻഡ് സിമിലർ ചാർജ്. വിത്ത് ഈക്വൽ ആൻഡ് സിമിലർ ചാർജ്. റിപ്പൾഷൻ ആണോ അട്രാക്ഷൻ ആണോ? ഈക്വൽ ആൻഡ് സിമിലർ ചാർജ്. റിപ്പൾഷൻ അട്രാക്ഷൻ ആണ് ഒക്കെ പറയണം. റിപ്പൾഷൻ. സിമിലർ ചാർജ് വിൽ റിപ്പൽ വിത്ത് എ ഫോഴ്സ് ഓഫ് എത്രയാണ്? റിപ്പൽ വിത്ത് എ ഫോഴ്സ് ഓഫ് 9 × 10⁻⁹. അപ്പൊ എന്താ 1 കൂളോംബ്? 1 കൂളോംബ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് റിപ്പൽ വിത്ത് എ ഫോഴ്സ് ഓഫ് 9 × 10⁻⁹. കുഴപ്പമില്ല. മലയാളത്തിൽ ഒന്ന് പറയാൻ വേണമെങ്കിൽ 1 കൂളോംബ് എന്ന് പറഞ്ഞ എത്ര ചാർജ് ആണ്? അവരെ നമ്മൾ ഫ്രീ സ്പേസിൽ 1 മീറ്റർ അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ഇഫ് ദേ ആർ സിമിലർ ആൻഡ് ഈക്വൽ റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണ്? 9 × 10⁻⁹ ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ കൂടെ പറഞ്ഞു നോക്കി, മാഷ കൂടെ ഒന്ന് പറഞ്ഞു നോക്കി. 1 കൂളോംബ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് എവിടെ പ്ലേസ് ചെയ്യണം? വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. എങ്ങനത്തെ ചാർജുകളാ? ഈക്വൽ ആൻഡ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? റിപ്പൾസീവ് ഫോഴ്സ്. എത്ര റിപ്പൾസീവ് ഫോഴ്സ്? 9 × 10⁻⁹. അപ്പൊ അതുകൊണ്ട് ഡിഫൈൻ ചെയ്തേ 1 കൂളോംബ് ഈസ് എ ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ വിത്ത് ആൻ ഈക്വൽ ആൻഡ് സിമിലർ ചാർജസ്. പറയൂ. വിത്ത് സിമിലർ ചാർജസ് റിപ്പൽ വിത്ത് എ ഫോഴ്സ് ഓഫ് 9 × 10⁻⁹. കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ 1 കൂളോംബ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് എഴുതിയ ഡെഫിനിഷൻ തന്നെ ഒന്ന് എഴുതി ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാം. തന്നെ ഒന്ന് എഴുതുക. എന്താ? 1 കൂളോംബ് ഓഫ് ചാർജ് ഡിഫൈൻഡ് ആസ് the charge which when placed in free space at a distance of 1 meter the charge which when placed in free space at a distance of 1 meter with an equal and similar charge 1 coulomb is defined as the charge which when placed in free space at a distance of 1 meter with an equal and similar charge will repel with a force of 9 × 10⁻⁹ Newton. Repel with a force of 9 × 10⁻⁹ Newton. Nine into 10⁻⁹ Newton. Nine into 10⁻⁹ Newton. എഴുതിയോ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പിന്നീട് നോക്കാം ലാസ്റ്റ്. അടുത്ത ഹെഡിങ്ങിലേക്ക് കിടക്കാം. എന്തായി? നടപടിയായ മക്കളെ? അടുത്ത ഹെഡിങ് കൊടുത്തേ ഇലക്ട്രിക് ഫീൽഡ്. എന്താ ഇലക്ട്രിക് ഫീൽഡ്? എന്താ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. മാഷോടെ നിൽക്കുന്നുണ്ട്. മാഷിന്
എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഏതാ? നിങ്ങൾ അല്ലെ? ഇപ്പൊ റോട്ടിൽ കൂടെ പോണ ആള് മാഷ് പറഞ്ഞ് കേൾക്കുണ്ടാവോ? ഇല്ല, കേൾക്കുണ്ടാവും. പക്ഷെ നമുക്ക് അയാൾ അങ്ങനെ കേട്ടിട്ടാണോ? അല്ല. ഇപ്പൊ എന്റെ ഫീൽഡ് ഏതാ? ഈ ഒരു ഫീൽഡാണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിന് മുൻപ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അത് കൂടുതൽ നല്ലതാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നോർത്ത് പോൾ വെച്ചു, ഇവിടെ സൗത്ത് പോൾ. ഞാൻ ഇവിടെ ഒരു എന്ത് വയ്ക്കുകയാണ്? ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു ആണി വെക്കുകയാണ്. ശ്രദ്ധിക്ക്. ഇവിടെ എന്ത് വയ്ക്കുകയാണ്? ഒരു ആണി കൊണ്ടുവച്ചു. ഈ ആണിയുമേ ഈ മാഗ്നറ്റിന്റെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ? ചെയ്യൂല്ലയോ? ചെയ്യും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ആണി ഇരിക്കുന്നത് ഈ മാഗ്നറ്റിന്റെ ഫീൽഡിലാണ്. ഈ ആണി ഇരിക്കുന്നത് എവിടെയാണ്? ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണെന്ന് പറയാം. ആണി കുറച്ചുകൂടെ നീക്കി വെച്ചു. ഫോഴ്സ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എവിടെ തന്നെയാണ്? ഫീൽഡിൽ തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇപ്പൊ ഫോഴ്സ് ഇല്ല. ഇവിടെ ആണി വെക്കുമ്പോ ആ മാഗ്നറ്റിന്റെ അട്രാക്ഷൻ ഇവിടെ എത്തുന്നില്ല. അങ്ങനെ വരില്ല, പക്ഷെ പോട്ടെ, എത്തുന്നില്ല. ഈ പോയിന്റ് എന്തില്ല? എന്ത് ഫീൽഡ് ഇല്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതുപോലെ ചാർജസിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണോ ഇലക്ട്രിക് ഫീൽഡ് ആണോ എന്നുള്ളതാണ്. ചാർജസിന്റെ കേസിൽ എന്താ? ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയാം. ചാർജസിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റും. ചാർജസ് വേറെ ചാർജസ് ആയിട്ട് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പറയൂ. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ എന്താ? അട്രാക്ട് ചെയ്യും. ബോർഡിൽ ശ്രദ്ധിച്ച് എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ നോക്കാം. പക്ഷെ ഇവിടെ ഒരു ചാർജ് വെച്ചു, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്. ഞാൻ ഇവിടെ വേറൊരു ചാർജ് വെച്ചു, പി എന്ന് പറയുന്ന പോയിന്റില് വേറൊരു ചാർജ് വെച്ചു. ഈ ചാർജിനെ അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ ചെയ്യില്ലേ? ചെയ്യും. പി എന്ന് പറയുന്ന പോയിന്റ് ആരുടെ ഇലക്ട്രിക് ഫീൽഡ് ആണ്? ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ സ്പേസ് അറൗണ്ട് എ ചാർജ്. ഇതാണ് ദ സ്പേസ് അറൗണ്ട് എ ചാർജ് വെൻ electrostatic force is experienced by another charge. ഇതാണ് the space the space around a charge. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഒരു ചാർജിന്റെ ചുറ്റുമുള്ള സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? when an electrostatic force is experienced by പറയൂ another charge. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് മാഷ് എങ്ങനെയാണ് മാർക്ക് ചെയ്തത്? ഞാൻ ഇവിടെ ഒരു 1 കൂളോംബ് ചാർജ് കൊണ്ടുവച്ചു. ഈ ചാർജിനെ ഇവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ പോയിന്റ് ആ ചാർജിന്റെ ഇതിലില്ല, ഇലക്ട്രിക് ഫീൽഡിൽ ഇല്ല. അപ്പൊ ഒരു ചാർജിന് എത്ര ഏരിയയില് ഫോഴ്സ് കൊടുക്കാൻ പറ്റും? വെദർ ഇറ്റ് ഈസ് റിപ്പൾഷൻ ഓർ അട്രാക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ആ ചാർജിന്റെ എന്താ? ഇലക്ട്രിക് ഫീൽഡ്. ആ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞ എന്താ ഇലക്ട്രിക് ഫീൽഡ്? ദ സ്പേസ് അറൗണ്ട് ആൻ ഇലക്ട്രിക് ചാർജ് when an electrostatic force is experienced by another charge. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ? ഒരു ചാർജിന്റെ ചുറ്റുമുള്ള സ്ഥലം വേറെ ചാർജിന്റെ എന്താ അനുഭവപ്പെടണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടണം, റിപ്പൾഷനോ അട്രാക്ഷനോ ഒക്കെ അനുഭവപ്പെടണം. അപ്പൊ അതാണ് പറഞ്ഞത്. ഇവിടെ ഒരു മെയിൻ ചാർജ് വെച്ചു, 1 കൂളോംബ് കൂടെ വെച്ചു, 1 കൂളോംബോ അല്ലെങ്കിൽ വേറൊരു ചാർജ് കൂടെ വെച്ചു. ഇപ്പൊ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഈ പോയിന്റ് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ പെടുവോ? ഇല്ല. ഈ പോയിന്റിൽ വെച്ചപ്പോ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആ പോയിന്റ് എന്താണ്? നമ്മുടെ ചാർജിന്റെ ഇതിൽ പെടും, ഇലക്ട്രിക് ഫീൽഡിൽ പെടും. ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് ദ സ്പേസ് അറൗണ്ട് എ ചാർജ് വിച്ച് എക്സ്പീരിയൻസ് എന്ത് ഫോഴ്സാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ചാർജസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ. മാഗ്നറ്റ്സ് തമ്മിലുള്ള അട്രാക്ഷൻ റിപ്പൾഷൻ ആണെങ്കിൽ എന്താ? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. എന്ത് ഫോഴ്സാ? ചാർജസ് തമ്മിലുള്ള അട്രാക്ഷൻ റിപ്പൾഷൻ ആണ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞ ഡെഫിനിഷൻ: the space around a charge which experience a electrostatic force by another charge. It is a space around an electric charge where an electrostatic force is experienced by another charge. Where an electrostatic force is experienced by another charge. Where an electrostatic force is experienced by another charge. The space around an electric charge where an electrostatic force is experienced by another charge. Where an electrostatic force is experienced by
another charge. Clear? ഈ ചോദിക്കട്ടെ, ഈ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും? അല്ല. എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ആ സ്പേസിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ സ്ഥലത്തും ആ ഫോഴ്സ് ഒരുപോലെ ആയിരിക്കും? അല്ല. ഒരു മാഗ്നറ്റ് എടുക്കുക, മാഗ്നറ്റിന്റെ അടുത്ത് ഭയങ്കര എന്തായിരിക്കും? ഫോഴ്സ് ഉണ്ടാവും അല്ലെ? ആണോ? കുറച്ച് അകലേക്ക് പോകുന്നതോറും ആ ഫോഴ്സ് എന്താ പറയോ? കുറഞ്ഞു കുറഞ്ഞു. ശരിയല്ലേ? ചാർജസിന്റെ കേസില് നമുക്ക് നോക്കാം. ഇവിടെ വെക്കുമ്പോഴുള്ള ഫോഴ്സ് ആണോ ഇവിടെ വെക്കുമ്പോ ഉണ്ടാവുക? അല്ല. ഞാൻ 1 കൂളോംബിനെ തൽക്കാലം എന്ന് വിളിക്കാം യൂണിറ്റ് ചാർജ്. 1 കൂളോംബിനെ എന്ത് വിളിക്കാം? യൂണിറ്റ് ചാർജ് ഇവിടെ വെച്ചു, 50 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. അതേ യൂണിറ്റ് ചാർജ് ഇവിടെ വെച്ചു, 30 ന്യൂട്ടൺ ഫോഴ്സേ ഉണ്ടായുള്ളൂ. സ്വാഭാവികല്ലേ? കാരണം ദൂരം ഒന്നും പറയടാ, ദൂരം കൂടിയ കുറഞ്ഞു തോന്നാ? കൂടി. ദൂരം കൂടുമ്പോ ഫോഴ്സ് ഇൻവേഴ്സിലല്ലേ? നമ്മൾ പറയൂ, എവിടെയാണ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റുക നമുക്ക്? 50-ലാണോ 30-ലാണോ? 50-ല്. കുറച്ചുകൂടെ നീക്കി എത്രയായി? 20 ആയി. കുറച്ചുകൂടെ നീക്കി എത്രയായി? 10 ആയി. കുറച്ചുകൂടെ നീക്കി എത്രയായി? 0 ആയി. കുഴപ്പമില്ലല്ലോ. അപ്പൊ എല്ലാ പോയിന്റുകളിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ശക്തി ഒരുപോലെയാണോ? അല്ല. ഇന്റൻസിറ്റി ഒരുപോലെയാണോ? അല്ല. അപ്പൊ പുതിയ ടേം വന്നു അവിടെ, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ്? അല്ലെങ്കിൽ മറ്റൊരു വാക്കാണ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ്? സ്ട്രെങ്ത്. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്? ആണോ? അപ്പൊ ഹെഡിങ് കൊടുക്ക്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ബ്രാക്കറ്റിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നൊക്കെ പല പല പേരുകളുണ്ട്. ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമ്മൾ പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കൂ കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കും സൽമോട് ശ്രദ്ധിക്കും, സംസാരിക്കില്ല ക്ലാസ്സിൽ. ശ്രദ്ധിക്കൂ, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്നൊക്കെ പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ യൂണിറ്റ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കാണും. എന്താ? ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എന്ത് കാണണം? സ്ട്രെങ്ത് കാണണം. എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വായിച്ചത് എന്താ? ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ യൂണിറ്റ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ എന്താ? നിങ്ങൾ ആ പോയിന്റിൽ പോയിട്ട് എന്ത് വെക്കുക? എന്ത് വെക്കാനാ പറയണേ? ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ വെറും ചാർജ് അല്ല, യൂണിറ്റ് ചാർജ്. അപ്പൊ നിങ്ങൾ ആ പോയിന്റിൽ പോയിട്ട് എന്ത് വെക്കണം? യൂണിറ്റ് ചാർജ് എത്ര കൂളോംബാ? 1 കൂളോംബ് അല്ലെങ്കിൽ ടെസ്റ്റ് ചാർജ് എന്നൊക്കെ പറയും. അതിന് എത്ര ഫോഴ്സ് ആണോ എക്സ്പീരിയൻസ് ചെയ്യണേ, അതാണ് ആ പോയിന്റിന്റെ എന്ത്? ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാ? പറഞ്ഞേ മാഷിനെ. ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാന്ന് പറയാം? കറക്റ്റാ പറഞ്ഞോ? ഓർക്ക പറയടാ. 50 ന്യൂട്ടൺ പെർ കൂളോംബ്. കറക്റ്റ് അല്ലേ? എന്താ അതിന്റെ അർത്ഥം? 1 കൂളോംബ് വെച്ചാൽ ആ പോയിന്റിൽ എത്ര ഫോഴ്സ് വരും? 50 ഫോഴ്സ് വരും. ചോദിക്കട്ടെ, അവിടെ ഞാൻ 2 കൂളോംബ് വെച്ചാല അപ്പൊ എത്ര വരും? 100 വരും. എത്ര വരും? 100 വരും. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ പറയാൻ ശ്രദ്ധിക്കും, ശ്രദ്ധിക്കും. ഇവിടെ എത്ര ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്? എത്രയാ? 30. പറയും 30 ന്യൂട്ടൺ പെർ കൂളോം. അത് പറയട്ടെ. ഇവിടെ എത്രയാ? 10 ന്യൂട്ടനാ. ഇവിടെ എത്രയാ? അത് വേറെ ആലോചിച്ച് പറഞ്ഞോളൂ കേട്ടോ. പക്ഷെ ഈ പോയിന്റില് 5 കൂളോംബ് കൊണ്ടുവച്ചു. എത്ര കൂളോംബ് കൊണ്ടുവച്ച്? ഒരു വാക്ക് പറഞ്ഞു, കൊണ്ടുവച്ചു അല്ലേ? മെയിൻ ചാർജ് ആണോ പറയണേ? അല്ല, കൊണ്ടുവച്ച ചാർജാണ് കേട്ടോ. ഫോഴ്സ് അളന്നു 100 ന്യൂട്ടൺ. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് പറഞ്ഞിരുന്നപ്പോ
ആലോചിച്ച് പറഞ്ഞു. 5 കൂളോംബ് കൊണ്ടുവച്ചപ്പോ 100 ന്യൂട്ടൺ. എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്? യൂണിറ്റ് ചാർജ്. അതായത് എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്? പറയണ മക്കളെ, എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്? യൂണിറ്റ് ചാർജ് ഇത്ര കൂളോംബാ ജനറലി. 5 കൂളോംബ് 100 ന്യൂട്ടൺ. അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാ? പറഞ്ഞേ. വെരി ഗുഡ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. 20 കറക്റ്റ് അല്ലേ? അല്ലേ സോന? എന്താ 20 ആവാൻ കാരണം? എങ്ങനെ 100/5 20 ന്യൂട്ടൺ പെർ. ശരിയാണോ? ഇവിടെ ശ്രദ്ധിക്കണം, അർത്ഥത്തെ കളയല്ലേ. 20/5 അല്ല, 100/5. ആ 100/5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു കൂളോംബിലുള്ള എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. അതായത് 5 മിഠായിക്ക് എത്ര രൂപ? 100 രൂപ. അപ്പൊ ഒരു മിഠായിക്ക് എത്രയാ? 100/5 എത്ര രൂപയാ? 20 രൂപ. ഒരു മിഠായിക്ക് ഉള്ള വിലനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലേ? ഒരു കൂളോംബിലുള്ള ഫോഴ്സിനെയാണ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന് ഇക്വേഷൻ ആക്കാം. E ഈക്വൽ ടു വാട്ട് ഈസ് 100? പറയൂ. വാട്ട് ഈസ് 100? ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ വാട്ട് ഈസ് 5? ചാർജ്. ഏത് ചാർജാ? മെയിൻ സോഴ്സ് ചാർജ് എന്നാണ് ഇതിനെ പറയാ. ഇതിന്റെ ഫീൽഡ് ആവാൻ പരിശോധിക്കണം അല്ലെ? ഈ ചാർജ് ആണോ ഉപയോഗിക്കുന്നത്? അല്ല, അതിന്റെ ചാർജിന് വാക്ക് പറഞ്ഞു, കൊണ്ടുവന്ന ചാർജ്. അവിടെ നമ്മൾ കൊണ്ടുവച്ച ചാർജാണ് ഈ 5. ചാർജിന്റെ ചിഹ്നം എന്താ? അപ്പൊ ഇക്വേഷൻ വന്നു ഇവിടുന്ന്. E ഈക്വൽ ടു F/Q. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഉള്ള ഇക്വേഷൻ ആണ് ഇത്. E ഈക്വൽ ടു F/Q. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ അപ്പൊ എങ്ങനെ പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ, വേറൊന്നും ഇതന്നെ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോസിറ്റീവ് യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. 1-2 വാക്കുകൾ. ഇതാണ് പോസിറ്റീവ് യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. ഈ ടെസ്റ്റ് ചെയ്യാനുള്ള ചാർജ് അത്ര കരുതിയാൽ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എഴുതാൻ റിപ്പോർട്ടല്ല, ആദ്യം ഇത് പറയും. എന്ത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ഒന്ന് ഡെഫിനിഷൻ പറഞ്ഞേ. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് is defined as the force experienced by positive unit test charge at that point. E equal to the equation F/Q. F എന്ന് പറഞ്ഞാൽ എന്താ? അവർ രണ്ടുപേരുടെ ഇടയിലുണ്ടായ ഫോഴ്സ്. ഒരു മിനിറ്റ്, എഴുതാൻ റിപ്പോർട്ടല്ലേ പക്ഷെ പറയാം. രണ്ടുപേരും തമ്മിലുള്ള ഫോഴ്സ് അല്ലേ? E ഈക്വൽ ടു F/Q. F എന്താ? രണ്ട് ചാർജുകൾ തമ്മിലുണ്ടായ ആ ഫോഴ്സ് കാണാൻ നിങ്ങൾക്ക് അറിയോ? രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ അറിയോ? ആലോചിക്ക്, പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ കൂളോംസ് ലോ? ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ. അപ്പോ ഇവിടത്തെ ഈ എഫ് ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഈ എഫ് ഇതിൽ വെച്ച് കാണാം, ഇവിടുത്തെ ഈ ലോ ഇതിലോ വെച്ച് കാണാം, കൂളോംസ് ലോ വെച്ച് കാണാം കേട്ടോ. ക്യൂ എന്ത് ക്യൂ ആ? കൊണ്ടുവന്ന ചാർജ്. അത് വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് ഈ വേറൊരു ഇക്വേഷൻ വരും. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി സോഴ്സ് ചാർജിന്റെ ടേംസിലേക്ക് മാറ്റും. അപ്പൊ രണ്ടും കൂടെ കൊള്ളാതിരിക്കും. അതുകൊണ്ടാണ് പറയണേ E ഈക്വൽ ടു F/Q. Q ഏത് ചാർജാ? ആ പോയിന്റിൽ നമ്മൾ കൊണ്ടുവച്ച ചാർജാ. നിങ്ങൾ എന്തൊക്കെ എഴുതണ്ടത്? പിന്നെ ഇനി എഴുതുക, ഈ ഡെഫിനിഷൻ എഴുതുക, ഈ ഇക്വേഷൻ എഴുതുക, വേറെ ഒന്നും എഴുതണ്ട. ഈ ഡെഫിനിഷൻ എഴുതുക, ആ ഇക്വേഷൻ എഴുതുക. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. E ഈക്വൽ ടു എന്താ? F/Q. സമയമായി അറിയാം, ഒറ്റ മിനിറ്റ് കഴിഞ്ഞു. E ഈക്വൽ ടു F/Q. ചെറിയൊരു ഹെഡിങ് എഴുതി വയ്ക്കുക, ഡെറിവേഷൻ നാളെ ചെയ്യാം. വേറെ ഒന്നും വേണ്ട. പിന്നെ ഡെഫിനിഷൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ വായിക്കാനാണോ പറയണേ? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ യൂണിറ്റ് ഇപ്പുറത്താണ് കേട്ടോ, യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് അറ്റ് ദാറ്റ്. എഴുതിയോ? നാളത്തെ ക്ലാസ് എന്തായാലും മുടങ്ങരുത് കേട്ടോ. നാളെ അല്ല, തിങ്കളാഴ്ച ക്ലാസ്. അത് ഡൈപോളിന്റെ 2 വലിയ ഡെറിവേഷൻസ് എടുക്കും. പാഠം പകുതി ആവാറായിട്ടുണ്ട് കേട്ടോ, പകുതി ആവാറായിട്ടുണ്ട്. അല്ല, ഹെഡിങ് എഴുതി ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ. അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ഡെറിവേഷൻ വരികയാണ് കേട്ടോ.
Derive the expression for. Derive the expression for electric field. Derive the expression for electric field due to a point charge. Electric field due to a point charge. ശ്രദ്ധിച്ചേ, ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് എന്നല്ല എഴുതിയിട്ടുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു കാര്യം വിട്ടുപോയി, ഈ എന്താന്ന് മനസ്സിലായില്ലേ? ഈ എന്താ? ഇന്റൻസിറ്റിയുടെ സിമ്പിൾ ആണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിന്റെ സിമ്പിൾ ആണ്. എടുത്തു വെച്ചോ, ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഇറങ്ങി. നിങ്ങൾ ഇറങ്ങിക്കോ, സമയം പോകും. പെട്ടെന്ന് റിവൈൻഡ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക്. എവിടെയാ വീക്ക് അയച്ചിരുന്നോ അല്ലെ? പെട്ടെന്ന് റിവൈൻഡ് ചെയ്യാം, 2 മിനിറ്റ് കൊണ്ട് റിവൈൻഡ് ചെയ്യാം. ഒന്ന് വേഗം പറഞ്ഞേ. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താ? വേഗം പറ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാർജസ് എത്ര മെത്തേഡാ? റബ്ബിങ്, ഇൻസുലേറ്റേഴ്സിനുള്ളത്, ഇൻഡക്ഷനും കണ്ടക്ഷനും. ആർക്കുള്ളതാ? കണ്ടക്ടേഴ്സിനുള്ളത് അല്ലേ? ഒരു ബോഡി എങ്ങനെയാ ചാർജ് ആവണേ? പറ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. മാസ് മാറോ ഇല്ലയോ? നെഗറ്റീവ് ചാർജിന് മാസ് കൂടും, പോസിറ്റീവ് ചാർജ് ആണതിന് മാസ് കുറയും അല്ലേ? ചാർജിങ് ബൈ കണ്ടക്ഷൻ, വാക്ക് പറഞ്ഞാൽ മതി. എന്താ ചാർജിങ് ബൈ കണ്ടക്ഷൻ? വിത്ത് കോണ്ടാക്ട് സിമിലർ ചാർജ് ആണ് ഉണ്ടാവുക. ഇൻഡക്ഷൻ ഓപ്പോസിറ്റ് ചാർജ് ആണ് ഡെവലപ്പ് ചെയ്യുക, ആണോ? പിന്നെ നെക്സ്റ്റ് വന്ന എന്തായിരുന്നു? പ്രോപ്പർട്ടീസ്. ചാർജസ് എന്ത് ചെയ്യാം? ചുമ്മാ കിടന്ന് അൽജീബ്ര ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. എന്ത് പ്രോപ്പർട്ടിയാ? additive property. Conservation of charge എന്താ? Charges can neither kill nor be destroyed. അല്ലെങ്കിൽ total charge of an isolated system is always conserved. Quantization of electric charge എന്താ? In this universe, charge of any body is an integral multiple of charge of an electron. Equation പറഞ്ഞേ. Q equal to NE. N ന് കൊടുക്കാൻ പറ്റുന്ന values 1 2 3 അല്ലേ? Coulomb's law സ്റ്റേറ്റ് ചെയ്തേ. Electrostatic force between two stationary charges is directly proportional to the product of the charges and inversely proportional to the square of the distance. The equations for F equal to 1 by 4 pi epsilon 0 q1 q2 by r square. Epsilon 0 ന്റെ വാല്യൂ എത്രയാ? 8.854 into 10 raised to minus 12. 1 by 4 pi epsilon 0 ന്റെ വാല്യൂ എത്രയാ? 9 into 10 raised to 9 Newton. പിന്നെ രണ്ട് ഇക്വേഷൻസ് ആണ് കണ്ടത്. Epsilon r equal to epsilon by epsilon 0. Epsilon r equal to എന്താ? F media ഏതാ? F air by F medium. അതിന്റെ കണക്കുകളും കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് കണ്ട എന്തായിരുന്നു? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ ഡെഫിനിഷൻ. എന്താ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡെഫിനിഷൻ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു permittivity of air or free space. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, it is the force experienced in air to force experienced in the medium അല്ലേ? പിന്നെ ഫൈനലി കണ്ട എന്തായിരുന്നു? 1 coulomb ഡെഫിനിഷൻ. എന്താ 1 coulomb? 1 coulomb is defined as the charge, പറയേ, which when എവിടെ വെക്കണം? എത്ര അകലത്തില്? എങ്ങനത്തെ ചാർജസാ? ഈക്വൽ ആൻഡ് സിമിലർ. എന്ത് വരും? എന്ത് ടൈപ്പ് ഫോഴ്സാ? എത്ര ഫോഴ്സാ? 9 into 10 raised to 9 Newton. കുഴപ്പമില്ലല്ലോ. പിന്നെ കണ്ട എന്താ? ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താ? The space around the charge which can experience a force on another body. പിന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇക്വേഷൻ എന്താ? E equal to F by Q. Thank you. മാസ്റ്റർ ഫീസ് ക്ലിയർ ചെയ്യണം കേട്ടോ എല്ലാവരും. ഈ മാസ്റ്റർ ഫീസ് 15 അടയ്ക്കാനുണ്ട് ചോളം. നേരെ വൈകില്ല എന്നെ വിട്ടപ്പോ.